എന്തും ചെയ്യാം എന്ന ഒരവസ്ഥ ഒരു തരത്തിലും അനുവദിക്കുന്നത്. RSSന്റെ ഈ സംഘപരിവാരത്തിന്റെ ഒരു കാരണവശാലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. അടുത്ത കാലത്ത് കേരളം കാണാത്ത സമരവേലിയേറ്റത്തിനാണെന്ന് കേരള സർവകലാശാല സാക്ഷ്യം വഹിച്ചത്. ഒരിക്കൽ കൂടി SFI എന്ന വിദ്യാർത്ഥി സംഘടനയുടെ സംഘാടക മികവ്, അടിയുറച്ച സമരവീര്യം. അതിരുകടന്നോ ആ സമരം, പോലീസ് കയ്യും കെട്ടി നോക്കിയെന്നോ തുടങ്ങിയ ചോദ്യങ്ങൾ ഉറപ്പായുമുണ്ട്. പക്ഷേ പ്രായത്തിലും കവിഞ്ഞ പക്വതയോടെ, വെല്ലുവിളിയുടെ ഭാഷയില്ലാതെ അവരുടെ സംസ്ഥാന അധ്യക്ഷൻ M ശിവപ്രസാദ് രാഷ്ട്രീയ ക്ലാരിറ്റിയോടെ പറയുന്നു, ഗവർണറും ഗവർണറുടെ കക്ഷിയായ VCയും RSS അജണ്ട നടപ്പാക്കാൻ നോക്കിയാൽ ശക്തിയുക്തം ചെറുക്കും. ഇത് സമര കേരളമാണ്. അജണ്ടകൾ നടപ്പാക്കുന്നതിന്റെ പേരിൽ സർവകലാശാല നെടുങ്ങനെ പിളർന്നു നിൽക്കുമ്പോൾ ബാധിക്കുന്നത് ആരെയാണ്? അത് വഴിയാധാരമാക്കുന്നത് ആരെയാണ്? ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന, ഒരുപാട് കുട്ടികൾ ഗവേഷണം നടത്തുന്ന ഒരു സ്ഥാപനത്തിൽ അവരുടെ ഭാവിയെ കഴുത്തറത്ത് വേണോ അജണ്ട ഇഞ്ചക്ഷൻ? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. CPM നേതാവ് മുൻ സെനറ്റ് അംഗവുമായ ശ്രീ R ഉണ്ണികൃഷ്ണൻ, ശ്രീ രാജു പി നായർ, ശ്രീ ഉല്ലാസ് ബാബു, ശ്രീ RS ശശികുമാർ എന്നിവർ ചർച്ചയിൽ ചേരുന്നു. ഞാൻ ആദ്യം ശ്രീ രാജു പി നായരിലേക്ക് പോകും. ശ്രീ രാജു പി നായർ, ഏറ്റവും ഒടുവിലാണ് പ്രതിപക്ഷ നേതാവിന്റെ ഒരു വാർത്താക്കുറിപ്പ് വരുന്നത്. വാർത്താക്കുറിപ്പ് പറയുന്നത് സർവകലാശാലകളിൽ സർക്കാർ സ്പോൺസേഡ് ഗുണ്ടായിസമാണ് SFIയുടെ നേതൃത്വത്തിൽ നടത്തിയത്. CPMന് റെഡ് വോളണ്ടിയർമാരെ പോലെ SFI പ്രവർത്തകരുടെ ആക്രമണത്തിന് കേരള പോലീസും കൂട്ടുവന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നു. സംസ്ഥാനത്തുണ്ടാക്കിയ നാടകം ശരി, ഈ പറയുന്ന രീതിയിൽ സമരം ഏതുവരെ വേണം, അതിന്റെ അതിരുകൾ എങ്ങനെയാണ് തുടങ്ങിയ ചോദ്യങ്ങൾ അവിടെ നിൽക്കുമ്പോഴും ആ സമരത്തിൽ SFI മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം നിങ്ങൾക്ക് വിയോജിക്കാവുന്ന ഒരു രാഷ്ട്രീയമല്ല. അതിനെക്കുറിച്ച് എന്തുകൊണ്ടാണ് രാജു പി നായർ, അങ്ങയുടെ നേതാവ്, പറയാത്തത്? ഒരു വാക്ക് പോലും, ഒരു വരി പോലും. ഹാഷ്മി, RSSനെതിരായിട്ടുള്ള നിലപാടുകളെ എല്ലാ കാലവും അത് ആര് പറഞ്ഞാലും കോൺഗ്രസ് സ്വാഗതം ചെയ്തിട്ടുണ്ട്, കോൺഗ്രസ് പിന്തുണ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഭോപ്പാലിലും ഡൽഹിയിലും ഒക്കെ പോയിട്ട് RSSന്റെ ഭീഷണി കൊണ്ട് രാത്രി അവിടെ നിന്ന് സ്ഥലം വിട്ടു പോകുന്ന പിണറായി വിജയനോട് ബംഗലാപുരത്ത് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ സംരക്ഷണം തരാം, അവിടെ നിന്ന് നിങ്ങൾ നരേന്ദ്രമോദിക്കെതിരെ പറഞ്ഞുകൊള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് സിദ്ധാരാമയ്യ അദ്ദേഹത്തെ ക്ഷണിച്ചത്. അവിടെ ചെന്ന് നരേന്ദ്രമോദിക്കെതിരെ പറഞ്ഞില്ല, പകരം വടിവാളും ഒക്കെ ഇടയിൽ കൂടി വരുന്ന ആളെന്നുള്ള പഞ്ച് ഡയലോഗ് അടിച്ചത് അറിയാമല്ലോ. അപ്പോൾ സംഘപരിവാറിനെതിരെ ഏത് ശബ്ദം വന്നാലും അത് നേർത്തതാണെങ്കിൽ പോലും അതിനെ പിന്തുണയ്ക്കാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷെ ചോദ്യം, അങ്ങ് പറഞ്ഞ SFIയുടെ രാഷ്ട്രീയം ഉണ്ടല്ലോ, ആ രാഷ്ട്രീയം ഈ പറയുന്ന സംഘപരിവാറിൻ്റെ പിണിയാളായ ഈ സംഘപരിവാർ പോലൊരു തീവ്രവാദ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രയോക്താവായ രാജേന്ദ്ര അർലേക്കർ അദ്ദേഹത്തെയും കൂട്ടി ഡൽഹിയിൽ പോയിട്ട് നിർമ്മലാ സീതാരാമനെ കണ്ടപ്പോൾ എന്തായിരുന്നു SFIയുടെ രാഷ്ട്രീയം? കോൾഡ് സ്റ്റോറേജിലായിരുന്നോ? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ കാര്യം, ഈ പിണറായി വിജയൻ കഴിഞ്ഞ പ്രാവശ്യം ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ചെന്ന് കണ്ട് കാലിൽ വീണ് അവിടെ തൻ്റെ ജില്ലയിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചാൻസലറെ വെച്ചല്ലോ. ആ ചാൻസലർ അവിടെ സവർക്കറുടെ 4 പുസ്തകം പഠിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അന്ന് SFIയുടെ രാഷ്ട്രീയം, ഈ RSS വിരുദ്ധ രാഷ്ട്രീയം കോൾഡ് സ്റ്റോറേജിലായിരുന്നോ? അതിനുശേഷം ഈ പാർട്ടി സെക്രട്ടറി, ഇന്നിപ്പോൾ അവിടെ വന്നിട്ട് പാർട്ടി സെക്രട്ടറി സംസാരിച്ചിട്ട് പോയല്ലോ, ഈ ഗവർണറെ കുറിച്ച് പ്രശംസിച്ചുകൊണ്ട് ദേശാഭിമാനിയിൽ ലേഖനം എഴുതി ഇല്ലേ? ഈ SFIയുടെ രാഷ്ട്രീയം അന്ന് കോൾഡ് സ്റ്റോറേജിലായിരുന്നോ? അല്ല, അത് കഴിഞ്ഞ് കാര്യങ്ങൾ മാറുന്നുള്ളൂ രാജു പി നായർ. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനേക്കാൾ കൂടുതൽ അക്കാദമികമായി RSSൽ വിശ്വസിക്കുന്ന ആളാണ് താനെന്ന് അദ്ദേഹം തുറന്നു പറയുകയും അതിന് RSS ഉപയോഗിക്കുന്ന ഒരു പ്രതീകാത്മക ചിത്രം അദ്ദേഹം കൊണ്ടു നടക്കുകയും സർവകലാശാല സെനറ്റിൽ അത് വെക്കുകയും അതിനെ തുടർന്ന് പ്രതിഷേധമുണ്ടാവുകയും രജിസ്ട്രാർ അദ്ദേഹത്തിന്റെ പണിയെടുത്തപ്പോൾ ചട്ടവിരുദ്ധമായി അദ്ദേഹത്തെ പുറത്താക്കുകയും ചെയ്തു എന്നൊരു പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ടല്ലോ. അത് കഴിഞ്ഞുണ്ടായ സാധനമാണല്ലോ ഇതൊക്കെയും. അതിനോടായിരുന്നില്ല SFIയുടെ സമരം. എന്റെ ചോദ്യം, അവരുടെ സമരരീതിയെ വിമർശിച്ചോളൂ, പക്ഷെ അവർ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തെ പറ്റി എന്തേ പറയുന്നില്ല നിങ്ങൾ? ശ്രീ രാജു പി നായർ. ഹാഷ്മി, ഞാൻ പറയട്ടെ. ഹാഷ്മി ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞു തീർക്കട്ടെ. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള നടപടികൾ ചെയ്തപ്പോഴെല്ലാം ഈ പാർട്ടി സെക്രട്ടറിയോ മുഖ്യമന്ത്രിയോ ചോദ്യം ചെയ്യാനുള്ള ആർജവം, ആ രാഷ്ട്രീയം SFIക്ക് ഉണ്ടായിരുന്നില്ല. പകരം SFI അതിനെല്ലാം മൗനാനുവാദവും മൂകസാക്ഷിയുമായിട്ടിരുന്നു ഇല്ലേ? രണ്ടാമത്തെ കാര്യം, ഈ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ ഉണ്ടാകുന്ന സംഭവം, യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ച് ഞങ്ങളുടെ നിലപാട് എന്താ? രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത നടപടി ചട്ടവിരുദ്ധമാണ്. പക്ഷെ ആ ചട്ടവിരുദ്ധത്തെ മറികടക്കാൻ വേണ്ടി ഈ CPMന്റെ നേതൃത്വത്തിൽ നടന്ന സിൻഡിക്കേറ്റിൽ നടന്ന അതിനെ റദ്ദാക്കുന്ന നടപടി, അതും ചട്ടവിരുദ്ധമാണ്. അതിന് ഹൈക്കോടതിയിൽ കൃത്യമായിട്ട് യൂണിവേഴ്സിറ്റി ആക്ടിന്റെ 10(10) ഉന്നയിച്ചുകൊണ്ട് അവിടെ സിൻഡിക്കേറ്റ് സെഷനിലില്ലാത്ത സമയത്ത് ഈ വൈസ് ചാൻസലർക്ക് അത്തരത്തിലുള്ള നടപടിയെടുക്കാം അടിയന്തര സാഹചര്യത്തിൽ എന്നുള്ളത് ചോദ്യം ചെയ്യപ്പെടാൻ കഴിയുമായിരുന്നു. ആ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തത് അടിയന്തരമായ നടപടിയല്ല എന്ന് പറയാൻ കഴിയുമായിരുന്നു. ആ വൈസ് ചാൻസലർക്ക് അസിസ്റ്റന്റ് രജിസ്ട്രാറിന് താഴെയുള്ള ആൾക്കാർക്കെതിരെ മാത്രമേ
നടപടിയെടുക്കാൻ അധികാരമുള്ളൂ എന്നുള്ളത് പറയാമായിരുന്നു. വളരെ കൃത്യമായിട്ട് ഹൈക്കോടതിയിൽ നിയമപ്രകാരം ചട്ടപ്രകാരം ആ വൈസ് ചാൻസലറുടെ ചട്ടവിരുദ്ധമായ സസ്പെൻഷനെ റദ്ദാക്കാൻ ഉള്ള സാഹചര്യം ഉണ്ടായപ്പോൾ അത് ചെയ്യാതെ അതിന് പകരം ചട്ടവിരുദ്ധമായിട്ട് രജിസ്ട്രാറെ പുനർനിയമിക്കാൻ ശ്രമിച്ചതും എല്ലാം അജണ്ടയുടെ ഭാഗമാണ്. അങ്ങ് ഇപ്പം ചോദിച്ചല്ലോ ഗവർണറുടെ നിലപാട് മാറിയെന്ന്. ഒരുപക്ഷെ ഹാഷ്മിയും ഞാനും തമ്മിൽ ആ ചർച്ചയ്ക്ക് കേരളത്തിലേക്ക് ഗവർണർ വന്ന സമയത്ത് നമ്മൾ ഇരുന്നിട്ടുണ്ടാവും. ഞാൻ അന്ന് പറഞ്ഞ വാക്കുകൾ എനിക്ക് ഓർമ്മയുണ്ട്. ഹാഷ്മിയോടാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, മറ്റേതെങ്കിലും ചാനലാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞങ്ങൾ പറഞ്ഞത് 1 മാസം മുമ്പ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം പോലും കലാപത്തിലൂടെ നേടിയാണ്, സായുധ കലാപത്തിലൂടെ നേടിയാണ്, സത്യാഗ്രഹത്തിലൂടെ നേടിയതല്ല എന്ന് പറഞ്ഞൊരു ഗവർണറെ, തീവ്ര ചിന്താഗതിയുള്ള ഒരു RSSന്റെ നേതാവിനെ ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറല്ല. പക്ഷെ RSSന്റെ ഗവർണർ ഇവിടെ വന്നതിന് ശേഷം ഗവർണർ ആയതുകൊണ്ട് സംസ്ഥാനത്തിന് ഗവർണറാണ് തീവ്ര ചിന്താഗതിക്കാരൻ എന്ന് പറയുന്നത് ശരിയല്ല. നമ്മുടെ സംസ്ഥാനത്തിന് ഗവർണറാണ്, ഭരണഘടനാ പദവിയാണ്. രാഷ്ട്രീയ വിയോജി പറയുമ്പോഴും നമ്മൾ വ്യക്തിപരമാവരുത് എന്ന് ഞാൻ പറയുകയാണ്. ഹാഷ്മി ഞാൻ പറഞ്ഞു തീർക്കട്ടെ. ആ ഗവർണർ എടുക്കുന്ന നടപടികളിൽ അതിന്റെ നിയമവും ചട്ടവും അനുസരിച്ച് പ്രശ്നാധിഷ്ഠിതമായി ഞങ്ങൾ നിലപാടെടുക്കും എന്ന് ഞാൻ പറഞ്ഞു ഇല്ലേ? പിണറായി വിജയനും MV ഗോവിന്ദനും ഈ സംഘപരിവാറിന്റെ പിണിയാളായിട്ട് വരുന്ന ഗവർണർ RSSന്റെ ആളാണെന്നും അയാളുടെ കയ്യിലുള്ളത് വിഭാഗീയ ചിന്താഗതിയാണെന്നും തിരിച്ചറിയാനുള്ള രാഷ്ട്രീയം ഇല്ലാതെ പോയത് കൊണ്ടാണോ തോളത്തെടുത്ത് വെച്ച് നടന്നത്? അതുകൊണ്ടാണോ ഇദ്ദേഹം കൂട്ടി പ്രഭാത ഭക്ഷണത്തിന് പോയത്? അതുകൊണ്ടാണോ പിണറായി വിജയന്റെ പിറന്നാളിന് ഭാര്യാസമേതനായിട്ട് വന്ന് മുണ്ടും പുടവയും എല്ലാം കൊടുത്തത്? ശരി, ഞാൻ അങ്ങനെയൊക്കെ എത്താം. CRS ശശികുമാർ ഏറ്റവും ഒടുവിൽ വരുന്നത് കേരള വിസിക്കുള്ള ഫയലുകൾ. അതാണ് പ്രശ്നം. ഞാൻ ഒരു അര മിനിറ്റോട് തീർത്തോളാം. അതുകൊണ്ട് SFI എന്ന് നടത്തുന്നതും ഗവർണർ എന്ന് നടത്തുന്നതും രക്ഷാപ്രവർത്തനമാണ്. ഈ സംസ്ഥാനത്തെ ആരോഗ്യ മേഖല മുഴുവൻ തകർന്നു നിൽക്കുമ്പോൾ, സർക്കാർ പ്രതിസന്ധിയിലായിരിക്കുമ്പോൾ, നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ജനവിരുദ്ധമായ നയങ്ങൾക്ക് തിരിച്ചടിയേറ്റപ്പോൾ 1 ദിവസം കഴിഞ്ഞാണ് സെനറ്റ് ഹാളിലെ പ്രശ്നം നടക്കുന്നത്. സർക്കാരിന്റെ ലക്ഷ്യവും ഗവർണറുടെ ലക്ഷ്യവും പിണറായി വിജയനെ ഈ ഭരണവിരുദ്ധ വികാരത്തിന്റെ ചർച്ചകളിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. CRS ശശികുമാർ, ഇവിടെ ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത കേരള വിസിക്കുള്ള ഫയലുകൾ രജിസ്ട്രാർക്ക് അയക്കരുത് എന്ന എന്താണ് സിസ തോമസിന്റെ ഒരു തിട്ടൂരമാണ്. വിസിക്ക് അയക്കേണ്ട ഫയൽ നേരിട്ട് അയക്കാനാണ് ജോയിന്റ് രജിസ്ട്രാർമാർക്ക് നിർദ്ദേശം. എന്താണ് അതേസമയം ഈ പറയുന്ന മിനി കാപ്പൻ ചുമതല ഏറ്റെടുത്തിട്ടുമില്ല. രജിസ്ട്രാർ KS അനിൽകുമാർ ഫയലുകൾ ഔദ്യോഗികമായി കൈകാര്യം ചെയ്ത് തടയുകയാണ് VC. ഏത് VC? താൽക്കാലിക VC. RS ശശികുമാർ, ഓർത്തു നോക്കൂ, ഇവിടെ പ്രശ്നം തുടങ്ങുന്നത് എവിടെയാണ്? പ്രശ്നം തുടങ്ങുന്നത് RSSന്റെ ഒരു പ്രതീകാത്മക ചിത്രത്തിൽ തുടങ്ങിയ ഒരു പുകില് വിദ്യാർത്ഥികളുടെ ഭാവി തുലയ്ക്കുന്ന അവസ്ഥയിലേക്ക് എത്തി നിൽക്കുമ്പോൾ എവിടെയാണ് ഒരു സമവായ സാധ്യത? CRS ശശികുമാർ. അല്ല, ഇവിടെ എല്ലാവരും ഇന്ന് ഞാൻ ആ കുട്ടികളുടെ സംഘടന SFI സംഘടനാ നേതാവിൻ്റെ പ്രസംഗം ശ്രദ്ധിച്ചായിരുന്നു. സർവകലാശാല സംഘവൽക്കരണത്തിനെതിരെ ഞങ്ങൾ സമരം നടത്തുന്നു എന്ന് പറഞ്ഞാണ് ഇന്ന് നടത്തിയ സമരം. വാസ്തവത്തിൽ ഇന്നത്തെ സമരം ഞാൻ കണ്ടിടത്തോളം ഇതൊരു സർക്കാർ സ്പോൺസേഡ് സമരമായിരുന്നു. ഒരിക്കലും ഈ രീതിയിൽ കുട്ടികളെ അഴിഞ്ഞാടാൻ അനുവദിക്കാൻ പാരായിരുന്നു. ക്യാമ്പസിനകത്ത് കയറ്റിയിട്ടില്ല മുൻകാലങ്ങളിൽ. അതിൽ ഏറ്റവും വേദന ഉണ്ടാക്കുന്നത് 1956 ഈ ബിൽഡിംഗ് തീർത്ത മനോഹരമായി ഈ കെട്ടിടം തീർത്തപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലുള്ള തേക്കിലുള്ള ആ ഗേറ്റിനെ ചവിട്ടി പൊളിക്കുന്ന രംഗം കണ്ടു. ആ സമയത്ത് പോലീസുകാർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ആ യൂണിവേഴ്സിറ്റി പഠിച്ച ഒരു വിദ്യാർത്ഥിയായിരുന്ന കാലം മുതൽ നമുക്ക് വലിയ ബഹുമാനമുള്ള ഒരു കെട്ടിടവും ആ ഗേറ്റുമാണ്. ആ രീതിയിലേക്ക് അഴിഞ്ഞാടിയപ്പോൾ അതിന് പോലീസ് കൂട്ടുനിന്നു എന്നുള്ളത് വ്യക്തമാണ്. എന്തിനു വേണ്ടി? ഈ കുട്ടികൾക്ക് എന്ത് സംഭവിച്ചു? അപ്പോൾ കുട്ടികളെ ബോധപൂർവം അഴിച്ചുവിട്ടതാണ്. ഇത് ഗവർണർക്കെതിരായിട്ടുള്ള സമരമാണെങ്കിൽ ഗവർണർ സംഘവൽക്കരിക്കുന്നതാണ് പരാതിയെങ്കിൽ രാജ്ഭവനിലേക്കല്ലേ മാർക്ക് ചെയ്യേണ്ടത്? സർവകലാശാലയിലേക്കാണോ? ഈ സർവകലാശാല കുട്ടികൾക്കാരും എന്തെല്ലാം കാര്യങ്ങളുമായിട്ട് ദിവസവും വരുന്ന ഒരു യൂണിവേഴ്സിറ്റിയെ കംപ്ലീറ്റ് അടച്ചിടുന്ന ഒരു അവസ്ഥയിലേക്ക് ഉണ്ടാക്കുന്നത് VCയും ഗവർണറും ഒക്കെ ചേർന്നല്ലേ? ഓർത്തു നോക്കൂ, ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം വിശ്വസിക്കുന്ന ഒരു പ്രതീകാത്മക ചിത്രത്തിൽ തുടങ്ങിയ ഒന്ന് ചട്ടവിരുദ്ധമായി രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യുന്നതിലൂടെയാണല്ലോ പ്രശ്നങ്ങൾക്ക് തുടക്കം ഉണ്ടാവുന്നത്. കൂടുതൽ ഉത്തരവാദിത്തം ആർക്കാണ്? കുട്ടികൾക്കാണോ? പക്വതയുള്ള എന്ന് പറയപ്പെടുന്ന ഗവർണർക്ക് VC ഒക്കെയാണോ? CRS ശശികുമാർ. ഹാഷ്മി, ഇതിന് തുടക്കം കുറിച്ച് എവിടെയാ? ഈ രജിസ്ട്രാറും ഈ യൂണിവേഴ്സിറ്റിയുമാണല്ലോ ഒരു RSSുമായിട്ട് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു പത്മനാഭ സമിതിക്ക് ഹാൾ അനുവദിച്ചത്. എന്തിന് ഹാൾ അനുവദിച്ചു?
ആ ഹാൾ അനുവദിക്കാതിരുന്നാൽ മതിയായിരുന്നല്ലോ, പ്രശ്നം തീരുമായിരുന്നല്ലോ. ഹാൾ അനുവദിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ പ്രൈവറ്റ് ഫംഗ്ഷനിൽ ഒരു ചിത്രം കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ആ ചിത്രം മാറ്റണമെന്ന് പറയാനുള്ള അവകാശം ആക്കുമില്ല. സൗകര്യമുള്ളത് ചെയ്യും. പ്രകാരം താങ്കളെ ഞാൻ ചട്ടം പഠിപ്പിക്കുന്നതാണെന്ന് വിചാരിക്കരുത്. ഇല്ല, അവിടെ ക്രമസമാധാന പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ രാഷ്ട്രീയമായോ റിലീജിയസ് ആയോ ഉള്ള പരിപാടികൾക്ക് അത് വിട്ടുകൊടുക്കരുതെന്ന് ചട്ടമുള്ളപ്പോൾ അവിടെ പ്രതിഷേധം ഉണ്ടാകുമ്പോൾ രജിസ്ട്രാർ ഉത്തരവാദിത്വം എന്താണ്? ആർ ശശികുമാർ രജിസ്ട്രാർ അദ്ദേഹത്തിന് ജോലി ചെയ്തേ ഉള്ളൂ. അല്ല, അവിടെ അതല്ല, ഒരു ഗവർണർ വരുമ്പോൾ അവിടെ സെക്യൂരിറ്റി കൊടുക്കാനുള്ള പോലീസ് ഈ രാജ്യത്തില്ലേ? അപ്പോൾ പോലീസിനെ മാറ്റി നിർത്തിയിട്ട്, അതാണ് ഞാൻ പറഞ്ഞത്, ഇത് വളരെ ആസൂത്രിതമാക്കിക്കൊണ്ടേ സമരമാണ്. യൂണിവേഴ്സിറ്റി ഹാള് വിട്ടു കൊടുക്കുക, എന്നിട്ട് കുറച്ച് കുട്ടികൾ സമരം ചെയ്ത് കഴിഞ്ഞാൽ ഈ പോലീസിനെ അത് നിയന്ത്രിക്കാൻ കഴിയില്ലേ? അപ്പോൾ ഇതെല്ലാം സംഘടിതമായിട്ട് ഒരു തീരുമാനമാണ്. പോട്ടെ, അങ്ങനെ പാസീവ് പറഞ്ഞ പോലെ അങ്ങനെപ്പോലെ ഒരു മുതിർന്ന ദീർഘനാൾ സർവകലാശാല ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളൊക്കെ അങ്ങനെ പാസീവ് പറഞ്ഞ പോലെ ആ ചിത്രം എന്ന് പറയുന്ന RSS പ്രത്യയശാസ്ത്രം ഉപയോഗിക്കുന്ന ചിത്രമാണ്. അത് RSS ഉപയോഗിക്കാം, RSS ബന്ധപ്പെട്ടവർക്ക് ഉപയോഗിക്കാം. അതല്ലാത്തവർക്കുള്ളത് സ്വീകാര്യമല്ലെങ്കിൽ സർവകലാശാലയുടെ സെനറ്റ് ഹാൾ കൊണ്ട് വെക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ നാളെ എല്ലാവരും കൊണ്ടുവെക്കില്ലേ? നാളെ അരിവാൾ ചുറ്റിക നക്ഷത്രം കൊണ്ടുവെക്കില്ലേ? നാളെ കൈപ്പത്തി കൊണ്ടുവെക്കില്ലേ? നാളെ പല രാഷ്ട്രീയ ബന്ധങ്ങളും കൊണ്ടുവെക്കില്ലേ? അങ്ങനെ സെനറ്റ് ഹാളിന്റെ അവസ്ഥ എന്താണ്? ഹാഷ്മി അങ്ങനെയുള്ള സംഘടനക്ക് കൊടുക്കരുത്, ഹാള് വിട്ടു കൊടുക്കരുത്. ഹാള് വിട്ടു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ആരുടെ ചിത്രം കൊണ്ടുവയ്ക്കണമെന്ന് അവർ തീരുമാനിക്കും. അങ്ങനെയല്ല, നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ ചിത്രം കൊണ്ടുവെക്കുന്നു, ആ ചിത്രം സർവകലാശാലയുടെ ഓറയ്ക്ക് വിരുദ്ധമാണ് എന്ന് കണ്ടാൽ അത് തടയേണ്ടത് ആരാണ്? രജിസ്ട്രാറാണ്. അല്ലല്ല അവിടെ വാടകയ്ക്ക് കൊടുക്കുന്നവരുടെ താല്പര്യമാണ്, അവിടെ വാടകയ്ക്ക് എടുത്തവരുടെ താല്പര്യമാണ്. എനിക്ക് തോന്നുന്നു ഹണി റോസിന്റെ ചിത്രം വരയ്ക്കണമെന്ന് ഞാൻ വയ്ക്കും. അതിനെ ചോദ്യം ചെയ്യാനായിട്ട് രജിസ്ട്രാർക്കോ ആർക്കും അധികാരമില്ല. അല്ല, ഹണി റോസ് ഒരു വ്യക്തിയാണ്. ഹണി റോസിന് താങ്കൾക്ക് ഇഷ്ടമാണെങ്കിൽ താങ്കൾ ഹണി റോസ് ചിത്രം വെച്ചോ, കുഴപ്പമില്ല. അതുപോലെ അല്ല ആർ ശശികുമാർ, ഹണി റോസിനെ താങ്കൾക്ക് ആരാധിക്കാൻ തോന്നുന്നെങ്കിൽ ഹണി റോസ് ചിത്രം വെക്കാം. ഇതല്ലല്ലോ പ്രശ്നം. ഇത് RSS എന്ന് പറയുന്ന ഒരു സംഘടന, അവർ പ്രത്യയശാസ്ത്രപരമായി അവർ മാത്രം ആരാധിക്കുന്ന ഒരു രാഷ്ട്രീയ ബിംബം അല്ലെങ്കിൽ അവരുടെ ഒരു പ്രത്യയശാസ്ത്ര ബിംബം കൊണ്ടുവെക്കുകയാണ് അവിടെ. അതെന്ത് ബിംബമാണ്? ഈ പറയുന്ന ശത്രുരാജ്യമായ പാകിസ്ഥാനും അവിടെ ന്യൂനപക്ഷ ബംഗ്ലാദേശും ഒക്കെ ചേർത്ത് അഖണ്ഡ ഭാരതം എന്നൊക്കെ പറയുന്ന അവർ വിശ്വസിക്കുന്ന ഒരു സങ്കല്പത്തിലെ ചിത്രം അത് അവിടെ ഇരിക്കുമ്പോൾ രജിസ്ട്രാർ പറയണ്ടേ? ഇതിരിക്കേണ്ട സ്ഥലം ഈ സർവകലാശാല പറയണ്ടേ? അവിടെ യൂണിവേഴ്സിറ്റിയുടെ പ്രോഗ്രാം അല്ലല്ലോ, RSSന്റെ പരിപാടിക്ക് RSSകാർക്ക് ഇഷ്ടമുള്ളവർ വയ്ക്കുന്നതിന് നമുക്കെന്ത് വേണം? അവർക്ക് താല്പര്യമുള്ളവരെ വിളിക്കും, താല്പര്യമുള്ളവർക്ക് പ്രസംഗിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ ഒന്നാം കുറ്റവാളി സർവകലാശാല ആ ഹാൾ അനുവദിച്ചതാണ്. അനുവദിച്ചതിന് ശേഷം ഇന്ന പടം വയ്ക്കാൻ പാടില്ല എന്ന് പറയാൻ ആർക്കും ഞാനോട് യോജിക്കുന്നു. RSSന്റെ സംഘടനയ്ക്ക് ആ സെനറ്റ് ഹാൾ വിട്ടുകൊടുത്തുകൂടായിരുന്നു. ശരി, അത് ഒരു പിഴ അവർക്ക് സംഭവിച്ചു. അത് കീഴ്വഴക്കമായി നിന്നാൽ RSSന്റെ പ്രതീകാത്മക പൊളിറ്റിക്കൽ സിമ്പൽ അവിടെ ഇരുന്നാൽ അത് ആ സെനറ്റിൽ ഉണ്ടായാൽ നാളെ ഒരു സംഘടന വന്ന് അരിവാൾ ചുറ്റിക നക്ഷത്രം കൊണ്ട് വെക്കുകയാണ്, അല്ലെങ്കിൽ കാൾ മാർക്സിന്റെ പടം കൊണ്ടുവച്ച് ആരാധിക്കുകയാണ്, ബാക്കി കാര്യങ്ങളൊക്കെ വെക്കുകയാണ്, ഒരു മതസംഘടന അവരോട് വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊണ്ട് വെക്കുകയാണെന്ന് വെക്കൂ. അതെന്ത് കീഴ്വഴക്കമാണ്? അത് സർവകലാശാലയല്ലേ? ശാസ്ത്രവും കണക്കൊക്കെ പഠിക്കുന്ന സർവകലാശാലയല്ലേ? സെനറ്റിൽ എന്തു ആവാമോ? അത് ഹാൾ അനുവദിക്കുമോ തീരുമാനിക്കണം, ഹാൾ അനുവദിക്കുമോ ആലോചിക്കണം. പിന്നെ എനിക്ക് തെറ്റുപറ്റിയെന്നല്ല പറയേണ്ടത്. ഗവർണർ അവിടെ ഉദ്ഘാടനം ചെയ്യാൻ വരുമ്പോൾ പടമെടുത്ത് മാറ്റണമെന്ന് പറയാനായിട്ട് വൈസ് ചാൻസലർക്കും അധികാരമില്ല, രജിസ്ട്രാർക്കും അധികാരമില്ല, ആർക്കും അധികാരമില്ല. അവിടെയാണ് ഇവർക്ക് വിഷമം. അതിനുശേഷം ഇപ്പോൾ സംഘീവൽക്കരിക്കുന്നു എന്ന് പറയും, അറിഞ്ഞിട്ട് കാര്യമില്ല. അതേ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പോൾ ഈ വിദ്യാർത്ഥികളെ ബോധപൂർവ്വം അഴിച്ചുവിട്ട് ഇവിടെ അഴിഞ്ഞാട്ടം നടത്തുന്നതിൻ്റെ പ്രധാന കാരണം ഹാഷ്മി ഞാൻ പറയാമല്ലോ, സർവകലാശാലയിൽ ഇവിടെ ഞങ്ങളുടെ സംബന്ധിച്ചോളം ഞങ്ങളുടെ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി പറയുന്നത് ഇവിടെ ചുവപ്പുവൽക്കരണവും പാടില്ല, കാവ്യവൽക്കരണവും പാടില്ല, ഇവിടെ ഈ ത്രിവർണ്ണവൽക്കരണവും പാടില്ല. സർവകലാശാല രാഷ്ട്രീയത്തിന് അതീതമായിരിക്കണമെന്ന് ചിന്തിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. കഴിഞ്ഞ 7 വർഷമായിട്ട് സർവകലാശാല പൂർണ്ണമായും ചുവപ്പുവൽക്കരിച്ചു. പക്ഷേ നിങ്ങൾ അതിൽ കാര്യങ്ങൾ ചിലപ്പോൾ സെലക്റ്റീവ് ആവുന്നുണ്ടോ? നിങ്ങൾ ആ കാര്യത്തിൽ ചിലപ്പോൾ സെലക്റ്റീവ് ആവുന്നുണ്ടോ? ഇപ്പൊ കേരള സർവകലാശാല സെനറ്റിലേക്ക് സർവകലാശാല നിർദ്ദേശിച്ച അതത് മേഖലകളിലെ ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് കാഴ്ചവെച്ച 1ാം റാങ്കുകാരും അക്കാദമിക് ബ്രില്യൻസുമുള്ള കുട്ടികളെ വെട്ടി ABUP ആണ് ഒറ്റ യോഗ്യതയിൽ കുട്ടികളെ പിന്നെ ഒരു പാർട്ടി പത്രത്തിന്റെ സ്പെഷ്യൽ കറസ്പോണ്ടനെ ഒക്കെ അവിടെ തിരികെ കയറ്റാൻ നോക്കി ആരിഫ് മുഹമ്മദ് ഖാൻ. അങ്ങയുടെ സംഘടന മിണ്ടിക്കണ്ടില്ല, ഒരു പ്രതിഷേധക്കുറിപ്പ് പോലും ഇറക്കിക്കണ്ടില്ല. അല്ല, അത് തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ല, അതിനെക്കുറിച്ച് പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ പല വിദ്യാർത്ഥികളും ക്വാളിറ്റി ഇല്ലാത്ത യോഗ്യതയില്ലാത്ത പിള്ളേരെ BJPയുടെ കെയർ ഓഫിലെടുത്തു. പക്ഷേ അതിനു മുമ്പ് SFI പിള്ളേരെ എടുത്തിട്ടുണ്ട്. അതും തെറ്റാ. മെറിറ്റ് അനുസരിച്ചല്ല എടുത്തത്. അവിടെ എടുത്തിട്ടുള്ള സർവകലാശാല കൊടുത്ത മെറിറ്റ് ലിസ്റ്റ് ഞാൻ പറയുന്നില്ല. സർവകലാശാല കൊടുത്ത മെറിറ്റ് ലിസ്റ്റ് ഞാൻ അയച്ചു തരാം. 1ാം റാങ്കുകാരാണ്, അതത് കലാപ്രവർത്തനങ്ങളിൽ മറ്റേ 1ാം സ്ഥാനം നേടിയവരാണ്,
കലാതിലകങ്ങളുണ്ട്, കലാപ്രതിഭകളൊക്കെ കൂട്ടത്തിലുണ്ട്. അവരെ വെട്ടിയാണ് ABVP പ്രവർത്തകരെ മാത്രം അത് കയറ്റിയത്. ഇല്ല, അതിനെ നമ്മൾ ന്യായീകരിച്ചിട്ടില്ല, പരസ്യമായി ഒരിക്കൽ ചർച്ചയിൽ പറയുകയും ചെയ്തിട്ടുള്ളതാണ്. അതും പാടില്ല. പക്ഷെ അതുകൊണ്ട് SFI ചെയ്യുന്നത് CPM ചെയ്യുന്നത് ശരിയാണെന്ന് ന്യായീകരിക്കാൻ പറ്റും. അപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പൂർണ്ണമായും ചുവപ്പുവൽക്കരണമായിരുന്നു. അതിനൊരു മാറ്റം വന്നപ്പോൾ അപ്പോഴാണ് ഇപ്പോൾ ഇവിടെ ഇടയ്ക്കുള്ള ഈ സമരങ്ങളൊക്കെ നടക്കുന്നത്. ഇതൊരിക്കലും യൂണിവേഴ്സിറ്റിക്ക് ഭൂഷണമല്ലെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, എനിക്ക് പക്ഷേ ഭാരതാംബ ഹണി റോസ് താരതമ്യം ഇപ്പോഴും പിടിയിട്ടില്ല. പോട്ടെ, ഞാൻ അങ്ങനെയൊക്കെ എത്താം സാർ. ശ്രീ ഉണ്ണികൃഷ്ണൻ, ഇന്നിപ്പോൾ ഈ സമരം എന്ന് പറഞ്ഞാൽ അതിരുവിട്ട സമരമായി പോയെന്നാൽ തർക്കമുണ്ടോ? എന്ന് പറഞ്ഞാൽ പലപ്പോഴും സർവകലാശാലയിൽ സമരം ഉണ്ടായിട്ടുണ്ട്. ആ സമരം ഏതുവരെ പോയിട്ടുണ്ട്? ഇതിപ്പോൾ VC-യുടെ ഓഫീസിനടുത്ത് വരെ പോയി. ഞാനും ആ സർവകലാശാലയിൽ പഠിച്ച ആളാണ്, ആ സർവകലാശാലയിൽ സമരം നടത്തിയിട്ടുള്ള ആളാണ്. നമ്മൾ സമരം നടത്തുമ്പോൾ പോലീസ് തടയുന്നതിന് കൃത്യമായ എന്നാൽ ബാരിക്കേഡ് അവിടെയുണ്ട്. പരമാവധി അവിടെയുള്ള ആ പടിക്കെട്ടിൽ വന്ന് സമരത്തിനപ്പുറം അതിനകത്തേക്ക് കയറിയിട്ടില്ല. പരമാവധി പോയാൽ രജിസ്ട്രാറിൻ്റെ മുകളിലുള്ള ആ ഓഫീസിലേക്ക് 5 6 പോയി 4 മുദ്രാവാക്യം വിളിക്കുന്നതല്ലാതെ ഇത്തരത്തിൽ വളരെ മാസീവായ പ്രൊട്ടസ്റ്റ് അതിനകത്തേക്ക് പോയിട്ടില്ല. തെറ്റായ സമരരീതിയാണത്. ശ്രീ ഉണ്ണികൃഷ്ണൻ. ഹാഷ്മി ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. അതിനു മുമ്പ് ഇവിടെ രാജു P. നായരും ശ്രീ ശശികുമാർ സാറും ഒക്കെ തന്നെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ആദ്യം ശശികുമാർ സാറിനെ ഏതെങ്കിലും സംഘത്തിൻ്റെ RSSൻ്റെ ശാഖയിൽ കൊണ്ടിരുത്തുന്നതായിരിക്കും നല്ലത് എന്നതാണ് എനിക്ക് ആ സാറിൻ്റെ പ്രതികരണവുമായി സൂചിപ്പിക്കാൻ വേണ്ടിയുള്ളത്. ഒരു RSS നേതാവ് പറയുന്നതിനേക്കാൾ എത്ര കൃത്യവും വ്യക്തവുമായിട്ടാണ് RSSൻ്റെ നിലപാട് അദ്ദേഹം ഈ ചർച്ചയിൽ പറഞ്ഞത് എന്നതാണ്. അദ്ദേഹം ഏതെങ്കിലും ഒരു പ്രതീകങ്ങളുടെ അടുത്ത് ഹണി റോസിനെ പ്രതിഷ്ഠിക്കാൻ വേണ്ടി എന്ത് പാടുപെട്ടു? അത്രയും മോശമാണ് ഹണി റോസ്. ഒരു സ്ത്രീയെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ആ വാക്ക് പിൻവലിക്കണം. ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ അദ്ദേഹം പിൻവലിക്കണം. രണ്ട് രാഷ്ട്രീയ ബിംബം അല്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞ എന്താണ്? അദ്ദേഹം പറഞ്ഞു ഒരു ബിംബത്തെ കൊണ്ടുവെക്കുന്നതിൽ എന്ത് തെറ്റാണെന്നാണ് ചോദിച്ചത്. അദ്ദേഹം ദീർഘനാൾ സിൻഡിക്കേറ്റ് മെമ്പറായിരുന്ന ആളാണ്. അദ്ദേഹത്തിന് യൂണിവേഴ്സിറ്റിയുടെ ചട്ടത്തെക്കുറിച്ചോ നിയമത്തെക്കുറിച്ചോ ഒന്നും ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ എങ്ങനെയാണ് ബോധപൂർവമായി വൈസ് ചാൻസലറുടെയും ചാൻസലറുടെയും അനധികൃതമായിട്ടുള്ള ഇത്തരം പ്രവണതകളെ എത്രത്തോളം അദ്ദേഹം പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാവും. അത് ഹാഷ്മിക്ക് തന്നെ മനസ്സിലായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ആ ഹോൾ വാടകയ്ക്ക് കൊടുക്കുന്നു. ആ ഹോൾ വാടകയ്ക്ക് കൊടുക്കുമ്പോൾ അതിൽ തന്നെ വൈസ് ചാൻസലർ എഴുതിയിട്ടുള്ളത് നിയമം അനുസരിച്ച് കൊടുക്കാമെന്നുള്ളതാണ്. ആ നിയമം അനുസരിച്ച് കൊടുക്കാമെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് രജിസ്ട്രാർ ആ ഹോൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ പരിപാടി നടക്കുന്ന ആ ദിവസം അന്ന് ഉച്ചയോട് അനുബന്ധിച്ചാണ് രജിസ്ട്രാറുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ഇവിടെ ഇങ്ങനെ ഒരു മതചിഹ്നം ഉപയോഗിക്കപ്പെടുന്നു. ആ മതചിഹ്നം ഉപയോഗിക്കപ്പെടുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുമ്പോൾ അദ്ദേഹം അനുവദിച്ച ഹോൾ അദ്ദേഹത്തിന് അത് റദ്ദാക്കാനുള്ള അധികാരം രജിസ്ട്രാറിനുണ്ട്. ആ അധികാരം മാത്രമാണ് അദ്ദേഹം പ്രയോഗിച്ചത്. ആ അധികാരം പ്രയോഗിച്ചത് തെറ്റാണ് എന്ന് ശശികുമാർ പറയുന്നുണ്ടെങ്കിൽ അവിടെയാണ് ഞാൻ പറഞ്ഞത് ദീർഘനാൾ സിൻഡിക്കേറ്റ് മെമ്പറായിരുന്ന ശശികുമാർ സാറിനെ പോലുള്ള ആളുകൾ RSSൻ്റെ കൂടാരത്തിലെ പാവകളായി മാറുന്നു എന്നതാണ് എനിക്കിതുമായി ബന്ധപ്പെട്ട് പറയാൻ വേണ്ടിയുള്ളത്. പിന്നെ ഇവിടെ കുറെ കാര്യങ്ങൾ സൂചിപ്പിച്ചു. സർക്കാർ സ്പോൺസേഡ് സമരമാണ് എന്ന് ശ്രീ ശശികുമാർ സാർ പറഞ്ഞുള്ള മറുപടി ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ KSUO പോട്ടെ, CPIയുടെ വിദ്യാർത്ഥികളുടെ ASFO മറ്റേതെങ്കിലും വിദ്യാർത്ഥികളുടെ ആയിക്കോട്ടെ, അവർ സമരം നടത്തിയാൽ അവർക്ക് എവിടം വരെ പോകാൻ അനുവാദം കിട്ടും. പരമാവധി എവിടം വരെ പോകാൻ സമരം വേണമെന്നേ പറയൂ, പക്ഷെ അത് എവിടം വരെ പോകാൻ അനുവാദം കിട്ടും. നമ്മളെല്ലാവരും വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്ന ആളുകളാണ്. വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾ ഉണ്ടാവും. ഈ നാട്ടിൽ പ്രതിഷേധിക്കുന്നത് തെറ്റാണ് എന്ന് പറയാൻ ഇവർക്ക് ആർക്കെങ്കിലും കഴിയുമോ? വിദ്യാർത്ഥികളുടെ പ്രതിഷേധം തീരുമാനിക്കുന്ന അവരുടെ സംഘടനയാണ്, അല്ലാതെ ഇവിടെ ഇരിക്കുന്ന ശശികുമാറോ രാജു P. നായരോ അല്ല. രാജു P. നായരോ അതെങ്ങനെയാണ് സ്പോൺസേഡ് സമരം എന്ന് ഇവർ പറയും? ഈ പറയുന്ന വൈസ് ചാൻസലറിന് എന്ത് തോന്നി? അല്ല, വൈസ് ചാൻസലർ അതുകൊണ്ടാണോ 10-25 ചെറുപ്പക്കാർ ഇപ്പോ ജയിലിലേക്ക് പോകാൻ പോകുന്നത്? 10-25 വിദ്യാർത്ഥികൾ ഇപ്പോൾ ജയിലിലേക്ക് പോകാൻ പോവാണ്. അത് സർക്കാർ സ്പോൺസേഡ് സമരമായിരുന്നെങ്കിൽ 25 ചെറുപ്പക്കാർ ഇന്ന് ജയിലിലേക്ക് പോവോ? നിങ്ങൾ ഹാഷ്മിയോ അല്ലെങ്കിൽ ശശികുമാർ സാർ 27 ആളുകൾ, 27 വിദ്യാർത്ഥികൾ. ഇപ്പോൾ ഞാൻ അവരുടെ അടുത്തുനിന്നാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. ഒരു വിദ്യാർത്ഥിനി പോലും ഉണ്ട്. ആ വിദ്യാർത്ഥിനി പോലും ഇപ്പോൾ ജയിലിലേക്ക് പോകാൻ പോവാണ്. സർക്കാർ സ്പോൺസേഡ് സമരമാണെങ്കിൽ ഈ 27 പേർ എങ്ങനെയാണ് ജയിലിലേക്ക് പോകുന്നത്? അതെങ്ങനെ ഇവർക്ക് പറയാൻ പറ്റും? അപ്പോൾ ഒരു വിദ്യാർത്ഥി സമരത്തെ ബോധപൂർവമായി ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ. അതുമാത്രമല്ല, ഇവർക്ക് എങ്ങനെയെങ്കിലും ഇപ്പോൾ വൈസ് ചാൻസലറെയും സംരക്ഷിക്കണം. ആ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഇടപെടലാണ് ഇപ്പോൾ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്.
അവർ ആ കസേരയിൽ ഇരുന്നു കൊണ്ട് അരുതാത്തത് ചെയ്യുമ്പോൾ ഇത് ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറയാൻ ഇവിടുത്തെ ഒരു ജനാധിപത്യ പ്രസ്ഥാനമായ കോൺഗ്രസ് എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല? അവരിപ്പോൾ കുറേ ചരിത്രമൊക്കെ പറഞ്ഞല്ലോ, കർണാടകയിൽ എന്തോ ആശ്രയം കൊടുത്തു എന്നൊക്കെ. ഇവിടെ നമുക്ക് നിങ്ങളുടെ ആരുടെ ഒരു ആശ്രയവും വേണ്ട. നമ്മുടെ ഒരു CPM-ൻ്റെ ഒരു നേതാവോ ഒരു DYFIയുടെ നേതാവോ ഭാരതാംബയുടെ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു പ്രതീകങ്ങളുടെയും പോയി ഫ്രണ്ടിൽ പോയി നിന്ന് കൈകൂപ്പി നിന്ന ചരിത്രയിൽ അത് VD സതീശനുള്ളതാണ്. VD സതീശനാണ് പോയി നിന്നത്. RSS ഒരു പ്രതീകത്തെ വെക്കുമ്പോൾ കൈകൂപ്പി നിന്ന VD സതീശനാണ്, അല്ല CPM-ൻ്റെ ഒരു നേതാവും പോയിട്ടില്ല. അതുകൊണ്ട് അങ്ങനെയെന്ന് നിങ്ങൾ CPM-നെയും RSS-നെയും കൂടെ ചർച്ച ചെയ്യാനുണ്ട്. ഞാൻ തിരികെ എനിക്ക് ഇടവേളയിലേക്ക് പോകണം. ഹാഷ്മി പറഞ്ഞു പൂർത്തിയാകും. അല്ല ഹാഷ്മി, ഇവിടെ ശശികുമാർ സാറും രാജീവ് P. നായരും പറഞ്ഞത് ഇവിടെ രാജേന്ദ്ര അർലേക്കർ എന്ന് പറയുന്ന ആൾ ഈ പറയുന്ന രൂപത്തിൽ ഇടപെടുമ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കരുതെന്നാണോ നിങ്ങളുടെ നിലപാട്? നിങ്ങൾ പറയണം. ഇതിന് KSUവിൻ്റെ അഭിപ്രായം എന്താണ്? 2, ഈ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് തെറ്റാണ് സിൻഡിക്കേറ്റ് ചെയ്തത്? ഈ രജിസ്ട്രാറിന്റെ അപ്പോയിന്റിംഗ് അതോറിറ്റി ആരാണ്? രാജു P. നായർ മറുപടി പറയണം. ആരാണ് രജിസ്ട്രാറിന്റെ അപ്പോയിന്റിംഗ് അതോറിറ്റി? മറുപടി പറഞ്ഞാൽ തീർക്കാം. അല്ല പറയണം. ഒരു തർക്കം അക്കാര്യത്തിലില്ല. രജിസ്ട്രാറിന്റെ അപ്പോയിന്റിംഗ് അതോറിറ്റി ആര്? അത് പറയും. അതിനുള്ള പൂർണ്ണാവകാശം സിൻഡിക്കേറ്റിനാണെന്ന കാര്യം തീരുമാനിക്കപ്പെട്ടതാണ്. നിങ്ങൾ പറയണ്ടേ? യൂണിവേഴ്സിറ്റിയുടെ സ്റ്റാറ്റും ചട്ടവും എല്ലാം ലംഘിച്ചുകൊണ്ട് അവർ ഒരു ഉത്തരവിറക്കുമ്പോ അല്ല മറുപടി പറയും. ശ്രീ രാജു P. നായർ നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ നേരത്തെ പറഞ്ഞു യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ്. അല്ല പറയണം ചോദിക്കണം. അല്ല ഞാൻ ചോദിച്ചതിന് മറുപടി പറയും. ഞാൻ ചോദിച്ചതിന് ആദ്യം നിങ്ങൾ മറുപടി പറയും. ഞാൻ ചോദിച്ചത് ഞാൻ മറുപടി. ഉല്ലാസ് ബാബു ഏറ്റവും ഒടുവിൽ ഇറക്കിയ ഇൻഡാസ് കാണുമ്പോഴും ഡോക്ടർ സിസ തോമസ് ഏതെങ്കിലും തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകരുത് എന്ന വാശിയുള്ളതുപോലെ തോന്നുന്നു. ശ്രീ ഉല്ലാസ് ബാബു, അതിൻ്റെ കാര്യമില്ല. കാര്യം ഈ പറയുന്ന ചട്ടവും സ്റ്റാറ്റ്യൂട്ടും ഒക്കെ ഉള്ളതാണ്. അത് ഡിഫൈൻ ചെയ്യപ്പെട്ടതാണ്. അതിൽ തന്നെ യൂണിവേഴ്സിറ്റി ആക്ട് സെക്ഷൻ 12 പറയുന്നു, ദ രജിസ്ട്രാർ ഈസ് എ ഹോൾ ടൈം സാലറിഡ് ഓഫീസർ ഓഫ് ദ യൂണിവേഴ്സിറ്റി ആൻഡ് ഷാൽ ബി അപ്പോയിന്റഡ് ബൈ ദ സിൻഡിക്കേറ്റ് ഫോർ എ പീരീഡ് ഓഫ് 4 years കൃത്യമായി പറയുന്നു. ഇനി സ്റ്റാറ്റ്യൂട്ട് പാർട്ട് 3-ൽ ദ അപ്പോയിൻമെന്റ് അതോറിറ്റിയും ഡിസിപ്ലിൻ അതോറിറ്റിയും ഒക്കെ ആരാ? സിൻഡിക്കേറ്റ് തന്നെ പറയുന്നു. സ്റ്റാറ്റ്യൂട്ട് ചാപ്റ്റർ 6 സിൻഡിക്കേറ്റിനെ പറ്റി കൃത്യമായി തന്നെ ദ സിൻഡിക്കേറ്റ് എന്നൊരു ചാപ്റ്റർ വളരെ കൃത്യമായി തന്നെ എല്ലാ കോളേജുകളുടെ ഫിനാൻസ് അക്കൗണ്ട്, ബിസിനസ് പ്രോപ്പർട്ടി എല്ലാം എക്സിക്യൂട്ടീവ് ഓഫീസ് സിൻഡിക്കേറ്റ് ആണെന്ന് പറയും. സിൻഡിക്കേറ്റിന്റെ അധികാരങ്ങളെ പറ്റി ഏത് കോടതിയിൽ പോയാലും നിസ്തർക്കം എഴുതി വെച്ചിട്ടുണ്ട്. അക്കാര്യത്തിൽ കാര്യങ്ങൾ ഏതളവിൽ വഷളാക്കാനാണ് ഒരു ചിത്രത്തിന്റെ പേരിൽ അതുമായി ബന്ധപ്പെട്ടവരുടെ പ്ലാൻ? ഉല്ലാസ് ബാബു. ഹാഷ്മി ഭായ്, ഞാനിതിനകത്ത് വളരെ കൃത്യമായിട്ട് എൻ്റെ പൊളിറ്റിക്കൽ സ്റ്റാൻഡും BJPയുടെ സ്റ്റാൻഡും ഞാൻ പറയാം. ഇന്ന് വിദ്യാർത്ഥികൾ നടത്തിയിട്ടുള്ള സമരം എന്ന് SFIയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥി സമൂഹം എന്നാണല്ലോ SFIയുടെ സംഘടന, വിദ്യാർത്ഥികളുടെ സംഘടനയല്ലേ, അവർ നടത്തിയിട്ടുള്ള സമരം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അവർ ഏതെങ്കിലും കേരള സർവകലാശാലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള വാല്യുവേഷനിൽ പ്രശ്നമുണ്ടോ? പരീക്ഷ നടത്തിപ്പിൽ പ്രശ്നമുണ്ടോ? വിദ്യാർത്ഥികളുടെ അഡ്മിഷനിൽ പ്രശ്നമുണ്ടോ? കോളേജിൻ്റെ ഏതെങ്കിലും പരീക്ഷ തീരുമാനിച്ചത് മാറ്റിയതുമായി എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ? അവരുടെ സർട്ടിഫിക്കറ്റ് കിട്ടാത്തതായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? അവരുടെ ഫീസുകൾ മേടിക്കാത്തതുമായിട്ടോ ഫീസുകൾ കൂട്ടിയതുമായിട്ടോ അല്ലെങ്കിൽ ഫീസിൻ്റെ ഘടനയുമായിട്ട് ബന്ധപ്പെട്ടോ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? അപ്പോൾ ഒരു വിദ്യാർത്ഥി സംഘടന എന്ന് പറയപ്പെടുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ആ വിദ്യാർത്ഥി സംഘടന നടപ്പിലാക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സമരം നടത്തുന്ന സമയത്ത് വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട ഒരു വിഷയം കൂടിയില്ല. ഇവിടെ ഒരു അധികാര തർക്കമുണ്ട്. അതായത് VCയും രജിസ്ട്രാറും തമ്മിലുള്ള അധികാര തർക്കമുണ്ട്. ആ അധികാര തർക്കം ഗവർണർ ഇടപെടേണ്ടതാണെങ്കിൽ ഗവർണറും VCയും രജിസ്ട്രാറും തമ്മിലുള്ളൊരു തർക്കം, ആ തർക്കം പരിഹരിക്കപ്പെടേണ്ടത് കോടതിയിലാണ്. ആ തർക്കം ഉണ്ടെങ്കിൽ അവർക്ക് കോടതിയിൽ പോകാം, അവിടെ പരിഹരിക്കപ്പെടാം. പക്ഷെ അവിടെ SFI എന്ന് പറയപ്പെടുന്ന ഒരു സംഘടന, ആ സംഘടന ഇന്ന് നടത്തിയിട്ടുള്ള സ്വഭാവം, അതിൻ്റെ അവിടെ ഗോവിന്ദൻ മാഷിൻ്റെ വരവ്, ഇതൊക്കെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളുടെ മാധ്യമങ്ങൾ അടക്കുന്ന ഒരു വലിയൊരു സമൂഹം 3 ദിവസമായിട്ട് നടത്തിയിട്ടുള്ള ഒരു ഇടപെടലുണ്ട് കേരള സമൂഹത്തിൽ. എന്തായിരുന്നു അത്? കൃത്യമായിട്ടുള്ള സമൂഹത്തിന് നേരിടുന്ന പ്രയാസങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് സർക്കാരിൻ്റെ പരിപൂർണമായ വീഴ്ചയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു ഇടപെടൽ കൃത്യമായി നടത്തുന്നു. അവിടെ സമരങ്ങൾ നടക്കുന്നു. പ്രതിപക്ഷ രാഷ്ട്രീയ സംഘടനകൾ കൃത്യമായി സമരം നടത്തുന്നു. ആ വിഷയം വലിയ വിഷയമാണ് എന്നുള്ള ബോധ്യം അവർക്കുണ്ടാകുന്നു. അതിൽ സർക്കാർ പരാജയപ്പെടുന്ന ഉറപ്പുവരുന്നു. സർക്കാരിൻ്റെ പരാജയം ജനങ്ങൾ മനസ്സിലാക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് ട്വിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പിള്ളേരെ വഴിയിലിറക്കിയിട്ട് കാണിച്ച ഒരു തട്ടിപ്പ് നാടകമാണ് ഇതിനകത്ത്. അത് നിങ്ങളതിന് മനസ്സിലാക്കണം. ഇവിടെ അധ്യാപക സംഘടനയും അതുപോലെ തന്നെ ഈ SFI എന്ന സംഘടനയും CPM-ൻ്റെ
മറഞ്ഞിരിക്കുന്ന നിരവധി സംഘടനയും തമ്മിലൊരു നെക്സസ് ഉണ്ട് സർവകലാശാലകളിൽ. ആ സർവകലാശാലകളുടെ നെക്സസ് ഉന്നത വിദ്യാഭ്യാസ മേഖലകളിൽ നടക്കുന്ന വിവിധ തരം വൃത്തികേടുകളുണ്ട് അതിൻ്റെ പുറകിൽ. അത് പല ഇഷ്യൂസുമായി ബന്ധപ്പെട്ട് അത് MA ബേബിയുടെ കാലഘട്ടം മുതലെടുത്ത തീരുമാനങ്ങളിൽ പല തീരുമാനങ്ങളും പലതും എടുത്തു നോക്കിയാൽ പല VC-കൾക്ക് നേരെ വന്നിട്ടുള്ള പരാതികൾ പരിഹരിക്കപ്പെടുന്ന സമയത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഭാവിയിലുണ്ടാകാൻ പോകുന്നത് അടക്കമുള്ള വിഷയങ്ങളിൽ ഇവർക്ക് നല്ല ആശങ്കയുണ്ട്. ആ ആശങ്കയെ മറയ്ക്കാനും ഒക്കെ ഭീഷണിപ്പെടുത്താനും ഭീഷണിപ്പെടുത്തി ഞങ്ങൾക്ക് വശംബദ്ധരാക്കി നിർത്താമെന്നുള്ള ഒരു തോന്നലിൻ്റെ അടിസ്ഥാനത്തിലും പറഞ്ഞ ആശയം താങ്കൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഇത് രാഷ്ട്രീയ നാടകമാണ് എന്ന് പറയുകയാണെങ്കിൽ നാടകത്തിന് ഒരു ഭാഗം മാത്രമല്ലല്ലോ, രംഗത്ത് പലരും ഉണ്ടാവും. രാജീവ് പിന്നാർ പറഞ്ഞതാണ് എന്നും നിലമ്പൂർ പരാജയത്തിന് ശേഷം ആരോഗ്യ മേഖലയിൽ ഉണ്ടായ കെടുകാര്യസ്ഥയെ തുടർന്ന് പ്രതിഷേധങ്ങളെ തുടർന്ന് ഇത് ഗവർണറും CPM ചേർന്ന് നടന്നൊരു നാടകമാണെന്നാണ്. അപ്പോൾ ഈ പറയുന്ന ഇല്ലാത്ത ചട്ടമെടുത്ത് അത് പിൻവലിക്കപ്പെടും, അത് കഥയില്ല കാര്യമില്ല എന്ന് പറഞ്ഞ് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യുന്ന നടപടി അടക്കം ആ നാടകത്തിന്റെ ഭാഗമാണോ ഉല്ലാസ് ബാബു? അല്ല ഹാഷ്മി ഭായി, ഇതിനകത്ത് ചട്ടവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇവർ തമ്മിലുള്ള കാര്യങ്ങളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് രജിസ്ട്രാറും VC-യും രജിസ്ട്രാറും VC-യും നോക്കേണ്ട ഗവർണറും ഇവരൊക്കെ ചട്ടവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ചട്ടവിരുദ്ധമായ പ്രവർത്തനങ്ങൾ എവിടെയെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടേണ്ടെന്ന കൃത്യമായിട്ടുള്ള വേദിയുണ്ട്. അത് അവരുടെ തലത്തിൽ അവർ അത് കൃത്യമായി ചോദ്യം ചെയ്യും. ഇവർക്ക് എന്താണ് ഇന്ന് നടത്തിയിട്ടുള്ള ഈ ശൈലി എന്താ ആവശ്യമുള്ളത്? ഇന്നലെ ഹാഷ്മി, ഞാൻ തൃശ്ശൂർ സമരത്തിൽ പങ്കെടുത്ത ആളാണ്. എനിക്ക് ഇപ്പോൾ ഹാഷ്മിയോട് സംസാരിക്കുമ്പോൾ സത്യത്തിൽ ഈ റൈറ്റ് കൈ അനക്കാൻ പറ്റുന്നില്ല. കാരണം ഈ കള്ള പോലീസുകാർ കാണിച്ച അഭ്യാസമാണ്. എന്തിന് തെമ്മാടിത്തരം അവർ കാണിച്ചതെന്നറിയാമോ? ഒരു കോമൺ കോസിന് വേണ്ടിയിട്ട് ഞങ്ങൾ സമരം ചെയ്യുമ്പോൾ അവൻ്റെ അടുത്ത് പറയണം ഒരു പോലീസുകാരൻ, എൻ്റെ കൈ ഞാൻ കുഴതിരിച്ച് പൊട്ടിക്കുന്നു. കാരണം അവന് നട്ടൊന്നുമില്ല, അവൻ്റെ കുടുംബത്തെ അല്ലല്ലോ ഞാൻ. അപ്പോൾ അങ്ങനത്തെ തെമ്മാടിത്തരം കാണിച്ച് സമരം ചെയ്ത പ്രവർത്തകർക്ക് നേരെ രംഗത്ത് വന്ന പോലീസ് എന്ന് കാണിച്ച പ്രവർത്തനം എന്താ? അപ്പോൾ സ്വാഭാവികമായിട്ട് സർക്കാരും പോലീസും കൃത്യമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട് നാളത്തെ ബന്ദ് എന്താണ്? നാളത്തെ ബന്ദ് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? സർക്കാർ സ്പോൺസർഡ് ബന്ധല്ലേ ഇന്ന് സർക്കാർ സ്പോൺസർഡ് സമരം എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഈ വിദ്യാർത്ഥികളെന്ന് പറയപ്പെടുന്ന ഈ തെമ്മാടിക്കൂട്ടം, അങ്ങനെ പറയുന്നതിൽ വിഷമം വിചാരിക്കരുത്, തെമ്മാടി പിള്ളേർ തെമ്മാടി സ്വഭാവം തന്നെയാണ് അവിടെ കാണിച്ചത്. ആ കാണിച്ചത് പഴയകാലത്ത് ABVP നടത്തിയ സമരങ്ങൾ, കത്തിച്ച വാഹനങ്ങൾ, ആ സമരങ്ങളിലൊക്കെ ഫുട്ട എടുത്ത് കാണിച്ചാൽ അവരെയും താങ്കൾ തെമ്മാടി എന്ന് പറയുമോ? തിരുവനന്തപുരത്ത് അടക്കം നടത്തിയ അക്രമ സമരങ്ങൾ എത്ര പേരുണ്ടായിട്ടുണ്ട്? ശരി, ഞാൻ പറഞ്ഞത് ഈ പറയുന്ന രീതിയിൽ അവർ അതിരുവിട്ട സമരമാണെന്ന് ഞാനും പറയുന്നു. അതിന്റെ പേരിലൊക്കെ പഴയ ആരിഫ് ഖാൻ പറഞ്ഞതുപോലെ തെമ്മാടിപ്പടാന്നൊക്കെ രാഷ്ട്രീയക്കാരനായി എന്ന് പറയാമോ? അല്ല, ശ്രീ ഉല്ലാസ് ബാബു, താങ്കളുടെ കൈക്കുഴ തെറ്റിൽ പോലീസ് നോക്കി തെറ്റാണ്. പക്ഷേ രാഷ്ട്രീയമായി കൈക്കുഴ തെറ്റിക്കാൻ കുറെ ആളുകൾ ഇറങ്ങി പുറപ്പെട്ടാൽ അതിനെ ചെറുക്കാൻ വിദ്യാർത്ഥികൾക്കും അവരവരുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. അല്ലെങ്കിൽ ബസ് സമരം ബസ്സിൽ നിരക്ക് കൂടുന്നതിന് മാത്രം സമരം നടത്തിയാൽ മതി എന്നൊക്കെ പറയാമോ? രാഷ്ട്രീയ കുഴ തെറ്റിക്കാൻ നോക്കുമ്പോൾ കുഴ തെറ്റാൻ നോക്കേണ്ടത് വിദ്യാർത്ഥികളോട് ബാധ്യതയാണ്. അല്ലല്ലല്ലല്ല, അതിൽ തെറ്റുണ്ട് ഹാഷ്മി ഭായ്. ഇന്ന് ഇവിടെ നടത്തിയിട്ടുള്ള സമരം ഹാഷ്മി എന്ന് പറയപ്പെടുന്ന മാധ്യമപ്രവർത്തകൻ കൃത്യമായി ഒന്ന് തിരിഞ്ഞു നിന്ന് അതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഈ സമരത്തിൽ കൃത്യമായിട്ടുള്ള അജണ്ട സെറ്റ് ചെയ്ത് വന്നുകൊണ്ട് ഒരു കാരണവശാലും ഇവർ നടത്തേണ്ടുന്ന ഒരു വിഷയമായിട്ടല്ല ആ സമരം നടത്തിയിട്ടുള്ള. പല സമരങ്ങളും അക്രമാസക്തമായിട്ട്, ഞാനും ABVP-യിലൂടെ വന്ന വ്യക്തിയാണ്. സ്വാഭാവികമായിട്ട് അക്രമാസക്തമായിട്ടുണ്ട്, പോലീസ് തല്ലിയിട്ടുണ്ട്, തല്ലുകൊണ്ടിട്ടുമുണ്ട്, ഒരു സംശയവുമില്ല. പക്ഷേ അതൊക്കെ വിദ്യാർത്ഥികളുടെ വിഷയമായിരുന്നു, വിദ്യാർത്ഥി സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളായിരുന്നു, വിദ്യാർത്ഥി സമൂഹം പ്രതികരിക്കേണ്ട വിഷയമായിരുന്നു. ഇന്ന് ഈ വിഷയം എന്ന് പറയപ്പെടുന്ന ചട്ടലംഘനമുണ്ട്. ചട്ടലംഘനം ഉണ്ടെങ്കിൽ കോടതിയിൽ ചോദ്യം ചെയ്യട്ടെ. വിദ്യാർത്ഥി സമൂഹം നേരിടുന്നത് കോടതിയിൽ മാത്രമേ പാടുള്ളൂ, അവർ സമരം നടത്താൻ പാടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. മാത്രമല്ല, ഈ പറയുന്ന സമരം അതിരുകടന്നാണെങ്കിൽ നമുക്ക് അതിരുകടന്ന സമരം എന്ന് പറയാം, അക്രമ സമരം എന്ന് പറയാം. സമരം ചെയ്യുന്ന വിദ്യാർത്ഥി ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, ABVP ആയിക്കോട്ടെ, KSU ആയിക്കോട്ടെ, SFI ആയിക്കോട്ടെ, MSF ആയിക്കോട്ടെ, തെമ്മാടികളൊന്നും വിളിക്കരുത്. കുട്ടികളാണോ, വിദ്യാർത്ഥികളാണോ? 27 പേർ റിമാൻഡിനകത്തേക്ക് പോവുകയും ചെയ്യാണ് എന്റെ പേര്. ഓക്കെ, ഞാൻ അങ്ങനെ എത്താം. ചോദിച്ചോട്ടെ ഹാഷ്മി ഭായ്, ഈ വൃത്തികേട് കാണിക്കാൻ എന്തിനാണ് ഇവർ മുന്നിൽ നിന്ന് കൊടുത്തത്? ഈ വൃത്തികേട് എന്തിനാണ് ഇവർ കാണിച്ചത്? അല്ല, 27 പേർ റിമാൻഡിൽ പോവാണെന്ന് രാഷ്ട്രീയ നാടകമായിരുന്നില്ലേ? കോടതിയിലും ഇവർക്ക് ഇത്ര വലിയ ആവേശമുണ്ടെങ്കിൽ ഇവർ നടത്തേണ്ടത് എന്തായിരുന്നോ? അല്ലെന്ന്, ഇവർക്ക് ഇത്ര വലിയ ആവേശമുണ്ടെങ്കിൽ ഇവർ നടത്തേണ്ടത് വീണ ജോർജിന്റെ വീട്ടിലേക്കായിരുന്നു സമരം നടത്തേണ്ടത്. ആ നീതി ഇവർ കാണിച്ചോ? ഈ കേരള സമൂഹത്തിനകത്ത് വിദ്യാർത്ഥികൾക്ക് ചോര തളയ്ക്കുന്നുണ്ടെങ്കിൽ ആ തളപ്പ് ഇവർ കാണിക്കേണ്ടത് വീണ ജോർജിന്റെ വീട്ടിലേക്ക്. ഏതെങ്കിലും കാലത്ത് അമിത്ഷായുടെ ഇവിടെ നിങ്ങൾക്കൊരു മന്ത്രിയില്ല, ഏതെങ്കിലും കാലത്ത് അമിത്ഷായുടെ വീട്ടിലേക്കോ മോഡിയുടെ വീട്ടിലേക്കോ മാർച്ച് നടത്തും? ഇല്ലല്ലോ. എന്നിട്ട് ഇവർ ഈ ചട്ടവിരുദ്ധ പ്രവർത്തനം എന്നും പറഞ്ഞു ഇല്ലല്ലോ. ഇപ്പൊ KSU ഏതെങ്കിലും കാലത്ത് ഉമ്മൻചാണ്ടിയുടെ വീട്ടിലോട്ടോ അല്ലെങ്കിൽ അവരുടെ മന്ത്രിമാരുടെ വീട്ടിലോട്ടോ മാർച്ച് നടത്തും? ഇല്ലല്ലോ. നമുക്കറിയാം
പറയാമല്ലോ. ചെയ്യുന്ന പറയാൻ നമുക്ക് ഏറ്റവും ഐഡിയലി മോശകരമായ പറയാമെന്നല്ലാതെ. പ്രവൃത്തിക്ക് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ട്വിസ്റ്റ് ചെയ്യാൻ വേണ്ടി നടത്തിയ പ്രവർത്തനം ഓക്കേ, അല്ലേ? ഓക്കേ, അല്ലേ ഹാഷ്മി? ഓക്കേ, പറ. ശരി. ഹാഷ്മി സത്യസന്ധമായി പറ. ശരി, ഈ സമരം ഇന്ന് ആവശ്യമായിരുന്നില്ലല്ലോ. അല്ല. ഈ സമരം ഇവർ അജണ്ടപരമായിട്ട് തീരുമാനിച്ചതല്ലേ? ഇല്ല, അത് ആ സംഘടനയിലെ തീരുമാനിക്കേണ്ടത് അവർ ഏത് വിഷയത്തിൽ ഏത് കോഴ്സിൽ എങ്ങനെ സമരം നടത്തണം എന്ന് പറയുന്നു. അതിനവർ പറയുന്നു ഇവിടെ ഗവർണറും ഗവർണറുടെ പിടിയാളായ VC-യും ചേർന്ന RSS അജണ്ട യൂണിവേഴ്സിറ്റി നടപ്പാക്കാൻ നോക്കുന്നു. ഞങ്ങളതിനെ വിദ്യാർത്ഥി സമൂഹം ഞങ്ങളതിനെ ചെറുക്കും എന്നവരുടെ മുദ്രാവാക്യമാണ്. അത് അങ്ങേക്ക് തെറ്റായ തെമ്മാടിപ്പണിയായിട്ട് തോന്നാം, പക്ഷെ എല്ലാവർക്കും തോന്നണമെന്നില്ലല്ലോ. ഞാൻ അങ്ങനെയൊക്കെ എത്താം. ഞാനൊരു കാര്യം ചോദിച്ചു, എന്റെ ആരോഗ്യ മേഖലയിൽ ഇത്രയും പ്രശ്നം സമൂഹം നേരിട്ട സമയത്ത് മന്ത്രി അവർ സംസാരിച്ചു. ചോദ്യമാണ്. മന്ത്രി കൃത്യമായി കൈകാര്യം ചോദ്യമാണ്. ആവേശം ഈ വിദ്യാർത്ഥികൾക്കുണ്ടായില്ല. എന്റെ പിണറായി വിജയൻ അമേരിക്കയിൽ പോയ സമയത്ത് ഈ മുഖ്യമന്ത്രി ഈ കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുത്ത സന്ദേശം തെറ്റാണെന്ന് ഇവർക്ക് പറയാൻ സാധിച്ചില്ല. എന്തുകൊണ്ട് സർക്കാരിന്റെ നയങ്ങൾക്ക് 9 വർഷമായി ഇങ്ങനെ മൂടിയിരുന്നു? സമൂഹത്തിനകത്ത് നടക്കുന്ന പ്രയാസങ്ങളും BJP-ക്കെതിരെ ABVP സമരം നടത്താത്തതുപോലെ, കോൺഗ്രസിനെതിരെ KSU സമരം നടത്താത്തതുപോലെ CPM സർക്കാരിനെതിരെ SFI സമരം നടത്തില്ല. അത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമില്ല. ഞങ്ങൾക്ക് എത്താം. ആർ ശശികുമാർ ഇവിടെ 2/8/2012 താങ്കൾ സിൻഡിക്കേറ്റ് അംഗമാണ്. താങ്കൾ ശ്രീ BS ജ്യോതികുമാർ, ആർ ശശികുമാർ, ഡോക്ടർ വർഗീസ് PO, പ്രൊഫസർ M ജമാൽ കുഞ്ഞ് അടക്കമുള്ള സിൻഡിക്കേറ്റ് മെമ്പർ ആയിരിക്കെ അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജയപ്രകാശ് സാറാണ് അന്ന് VC. അദ്ദേഹം ചേംബറിലുണ്ട് കേട്ടോ. അന്ന് അദ്ദേഹം ചേംബർ ഇല്ലാതിരിക്കെ നിങ്ങളെല്ലാം കൂടി ചേർന്ന് അവരുടെ ഇല്ലാതെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇല്ലാതെ പാസ്സാക്കിയ ഒരു മിനിറ്റ്സിൻ്റെ തുടക്കത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്. ചട്ടം കൃത്യം പറയുകയാണ് എന്ന് പറയുന്നത് എന്താണ്? ഇൻ ദ ആബ്സെൻസ് ഓഫ് ദ വൈസ് ചാൻസലർ ആൻഡ് പ്രോ VC ഫോർ ദ 11th മീറ്റിംഗ് ഓഫ് ദ സിൻഡിക്കേറ്റ് ഹെൽഡ് ഓൺ സോ ആൻഡ് സോ ആസ് പെർ ദ സ്റ്റാറ്റ്യൂട്ട് ചാപ്റ്റർ 612 which reads as follows: in the absence of vice chancellor, the pro vice chancellor, if any, shall preside over the meeting, and if he is also absent, the members present shall elect one of the members of the syndicate to preside at the meeting. കൃത്യമായി ചട്ടം പറഞ്ഞ് അവിടെ VC ഇല്ലെങ്കിൽ പ്രോ VC ഇല്ലെങ്കിൽ സിൻഡിക്കേറ്റിന്റെ പരമമായ അധികാരം എന്താണ് എന്ന് താങ്കൾ തന്നെ പറഞ്ഞ് താങ്കൾ തന്നെ പങ്കെടുത്ത മീറ്റിംഗിന്റെ മിനിറ്റ്സ് ഒക്കെ ഇപ്പോഴുണ്ട്. സെലക്റ്റീവ് ആവാമോ ശശികുമാർ ഓരോ കാലം മാറുമ്പോൾ? അല്ല, ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ അതിൻ്റെ മറുപടി പറയാം. ഒരു കാര്യം കൂടെ പറയട്ടെ. എനിക്ക് നമ്മുടെ കുട്ടികൾ സമരം ചെയ്ത് എനിക്ക് പരാതിയൊന്നുമില്ല. കാരണം KSU ആയാലും SFI ആയാലും സമരമൊക്കെ ചെയ്യണം, അതിന് കുഴപ്പമില്ല. അത് സമരം ചെയ്യേണ്ട ഒരു ശൈലിയുണ്ട്. അത് ഓരോരുത്തരും ഓരോ ശൈലിയായിരിക്കാം, അതിനും അഭിപ്രായമില്ല. പക്ഷേ ഒരു കാര്യം ആലോചിക്കുക കാശ്മീർ, ഇവിടെ ഈ പരീക്ഷാ ഫീസ് 10 ഇരട്ടിയാണ് കൂട്ടിയത്. നമ്മുടെ കോളേജിലെ 4 ഇയർ കോഴ്സ് വന്നതിന് ശേഷം സിലബസ് 2 വർഷത്തെ സിലബസ് പോലും പൂർത്തീകരിച്ചിട്ടില്ല. 4 വർഷത്തെ സിലബസ്. എന്നോട് രക്ഷകർത്താക്കൾ പലരും വന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിദ്യാർത്ഥികളോട് പറയും, നിങ്ങൾ സമരം ചെയ്യുന്നതിന് വേണ്ടി 4 വർഷത്തെ സിലബസ് അതിനൊന്നും സമരം ചെയ്യാനില്ല. ഇപ്പോൾ ഗവർണർ സംഘീവൽക്കരിക്കുന്നതിന് പിള്ളേരല്ല ഇറങ്ങേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അല്ല, ഞാൻ സംഖ്യയൊന്നുമല്ല, ഞാൻ സംഖ്യയുടെ കൂട്ടത്തിലുമല്ല. പക്ഷേ പറയുമ്പോഴത്തേക്കും ചില ന്യായങ്ങൾ പറയുമ്പോൾ അത് ഗവർണറെ സപ്പോർട്ട് ചെയ്താൽ സംഖ്യയായി പോയെങ്കിൽ ഞാൻ സംഖ്യ തന്നെയാണ്. അത്രയേ ഉള്ളൂ. ഇനി മറ്റൊന്ന്, ഇപ്പോൾ ഹാഷ്മി ചോദിച്ചതിൻ്റെ ഉത്തരം പറയാം. എനിക്ക് നല്ല ഓർമ്മയുള്ള കാര്യം, ഞാനന്ന് സിൻഡിക്കേറ്റിൽ മെമ്പറാണ്. UDF-നാണ് അന്ന് മെജോറിറ്റി. അന്ന് ജഗേഷൻ സാറാണ് വൈസ് ചാൻസലർ. അപ്പോൾ ഏതോ 1-2 ഇഷ്യൂസ് വന്നപ്പോഴത്തേക്കും ഇടതുപക്ഷവും വലതുപക്ഷവുമായിട്ട് 1 മണിക്കൂർ നീണ്ടു നിന്ന പോരായിരുന്നു. അപ്പോൾ നമ്മുടെ വൈസ് ചാൻസലർക്ക് ഒരു പരിധി കഴിഞ്ഞാൽ അങ്ങേര് സീറ്റ് ഇരിക്കില്ല. അങ്ങേര് പറഞ്ഞു, നിങ്ങൾ തമ്മിൽ തർക്കം തീർത്ത് നിങ്ങൾ തന്നെ തീരുമാനിച്ചോ, ഞാൻ അടുത്ത മുറിയിരിക്കാം, നിങ്ങൾ ഇഷ്ടമുള്ളവരെ വെച്ച് നിങ്ങൾ യോഗം നടത്തിക്കോ എന്ന് പറഞ്ഞു. വിത്ത് ദി പെർമിഷൻ ഓഫ് ജഗീഷൻ സാർ. അല്ല, അങ്ങനെ പെർമിഷൻ വേണ്ട. അല്ല, അതൊക്കെ നിങ്ങൾ തമ്മിലുള്ള പിന്നാമ്പുറം. പുറത്തുപോയി അവർ പുറത്തുപോയി കഴി അല്ല, ഇപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങൾ തമ്മിലുള്ള പിന്നാമ്പുറം, നിങ്ങൾ തമ്മിൽ നടത്തിയ ചർച്ചയുടെ പിന്നാമ്പുറം മെജോറിറ്റി വെച്ച് തീരുമാനിക്കാം. അതല്ല, ഞാൻ പറഞ്ഞ മിനിറ്റ്സിൽ എഴുതി വെച്ച കാര്യം പറഞ്ഞു. ഈ മിനിറ്റ്സിൽ ഈ പറയുന്നില്ല, മിനിറ്റ്സിൽ ഈ VC-യുടെ പെർമിഷൻ ആരും ഒന്നും പറയുന്നില്ല. ഈ മിനിറ്റ്സിൽ കൃത്യമായി ചട്ടം പറയുകയാണ് അങ്ങ്. എന്താണ് പറയുന്നത്? VC-യുടെയും പ്രോ VC-യുടെയും സാന്നിധ്യമില്ലെങ്കിൽ അവിടെയുള്ളവരിൽ ഒരാളെ ഈ പറയുന്ന അധ്യക്ഷനാക്കി വെച്ചുകൊണ്ട് സിൻഡിക്കേറ്റ് ശക്തമായി മുന്നോട്ടേക്ക് പോകാൻ കഴിയുമെന്ന് പറയുന്ന ഇൻ ദ ലൈറ്റ് ഓഫ് ദി അബോവ് പ്രൊവിഷൻ വി ദ അണ്ടർസൈൻ മെമ്പേഴ്സ് ഓഫ് ദ സിൻഡിക്കേറ്റ് elect Dr. ജോളി ജേക്കബ് member syndicate preside over the ഏത് ചട്ടപ്രകാരമാണ് അങ്ങനെ വെച്ചെന്ന് അടക്കമുള്ള തീരുമാനം എടുത്തു നിങ്ങൾ? ജോളി ജേക്കബ് തന്നെ സർവകലാശാല നിയമമുണ്ട്. ജോളി ജേക്കബിൻ്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന് സിൻഡിക്കേറ്റ് തീരുമാനം എടുത്തു. ആ മിനിറ്റ്സ് മുഴുവനും വൈസ് ചാൻസലർ അപ്രൂവ് ചെയ്തു. അപ്രൂവ് ചെയ്യാൻ നിയമമുണ്ട്. പക്ഷേ ഇവിടെ സംഭവിച്ച അതല്ല ഹാഷ്മി. ഇവിടെ ഒരു യോഗം വിളിച്ചുവിട്ടാനുള്ള അധികാരം വൈസ് ചാൻസലർക്കേ ഉള്ളൂ. ആ യോഗം വൈസ് ചാൻസലർ പിരിച്ചുവിട്ടാൽ പിന്നെ നമുക്ക് ചേരാനുള്ള അധികാരം ആർക്കും ഇല്ല. അത് അത്രേ ഉള്ളൂ. ഞാൻ സിമ്പിൾ ആയിട്ട് പറയാം. ഒരു ബിസിനസ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ? അല്ല, അത് അവരുണ്ട്. അയ്യോ, ഹാഷ്മിയുടെ കിട്ടിയിരിക്കുന്നത് ഇവരുണ്ടാക്കിയ വ്യാജ മിനിറ്റ്സ് ആണ്. അയ്യോ, ഇവരെല്ലാം അങ്ങനെയാണ്. ഇതിനകത്ത് വ്യാജന്മാരുണ്ടെങ്കിൽ വ്യാജ മിനിറ്റ്സ് ഉണ്ടാക്കും. ഞാൻ അതുകൊണ്ട് വ്യാജൻ എന്ന വാക്ക് തന്നെ ഉപയോഗിക്കുക.
ഞാൻ ഒറിജിനൽ മിനിറ്റ്സ് കണ്ടു, അതിനകത്ത് ഞാൻ ഡിസോൾവ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. മീറ്റിംഗ് ഡിസോൾവ് ചെയ്ത് പുറത്തു പോയി. മാത്രം കൂടിയതാ. അതുകൊണ്ടാണല്ലോ 3 മെമ്പേഴ്സ് പുറത്ത്. എന്റെ മിനിറ്റ്സ് ഉണ്ട്. അതല്ല, അയ്യോ ഹാഷ്മി കണ്ടത് വ്യാജ മിനിറ്റാണ്. ഒറിജിനൽ മിനിറ്റ്സ് സിസ തോമസിനോട് ബന്ധപ്പെടുക യൂണിവേഴ്സിറ്റിയിലുണ്ട്. 2, അവർ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ അവരോടൊപ്പം തന്നെ BJPയുടെ 2 അംഗങ്ങളും കോൺഗ്രസിൻ്റെ അംഗവും പുറത്തിറങ്ങിപ്പോയി. അതിനുശേഷം ഇവർ മാത്രമായിട്ട് വളഞ്ഞിരുന്നിട്ട് ഒരാളിനെ അധ്യക്ഷയാക്കിയാൽ അതെങ്ങനെ, അത് മീറ്റിംഗ് എങ്ങനെയാവും? അങ്ങനെ ആർക്കെങ്കിലും യോഗം ചേരാൻ ഒന്ന് ഞാൻ ചോദിച്ചോട്ടെ, നമ്മുടെ പാർലമെന്റിൽ അത് സിൻഡിക്കേറ്റാണ്. അധികാരങ്ങളെ പറ്റി വളരെ കൃത്യമായി എഴുതി വെച്ചിട്ടില്ലേ? ഇത് സിൻഡിക്കേറ്റാണ്. സിൻഡിക്കേറ്റ് അധികാരങ്ങളുണ്ട്. സിൻഡിക്കേറ്റ് അധികാരങ്ങളെ പറ്റി കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെയല്ല, സിൻഡിക്കേറ്റിന്റെ തലവൻ VC അല്ല ശശികുമാർ. ചെയ്താൽ പിന്നെ സിൻഡിക്കേറ്റിന്റെ ബോസ് VC അല്ല. അതോടുകൂടി മീറ്റിംഗ് അവസാനിച്ചു. പിന്നെ അയ്യോ ഹാഷ്മി മീറ്റിംഗ് പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ വീണ്ടും മീറ്റിംഗ് കൂടണമെങ്കിൽ VCയുടെ പെർമിഷൻ വേണം. സിൻഡിക്കേറ്റ് വിളിച്ചുവിട്ടാൽ വൈസ് ചാൻസലർക്ക് മാത്രമേ അധികാരമുള്ളൂ. അതല്ലാതെ ആർക്കെങ്കിലും അങ്ങനെയാണെങ്കിൽ ഇവർക്കെല്ലാം കൂടെ AK സെന്ററിൽ ചെന്ന് കൂടിയതിനു ശേഷം സിൻഡിക്കേറ്റ് കൂടി എന്ന് പറഞ്ഞാൽ അങ്ങയുടെ മിനിറ്റ്സിൽ ഈ പറഞ്ഞ ആബ്സെൻസ് ഓഫ് VCയുടെയും ആബ്സെൻസ് ഓഫ് പ്രൊവിസിയുടെയും കാര്യത്തിൽ എന്ത് ചെയ്യണം എന്നുള്ള ചട്ടമടക്കം താങ്കൾ പറഞ്ഞിരിക്കുന്നത് ശശികുമാർ? അങ്ങ് എഴുതിയ മിനിറ്റ്സാ, അങ്ങടക്കമുള്ള സിൻഡിക്കേറ്റ് മിനിറ്റ്സാ. അത് വിത്ത് പെർമിഷൻ ഓഫ് ജയകൃഷ്ണൻ സാർ ആയിരുന്നു. അതനുസരിച്ച് തീരുമാനങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തു. അതാണ് ചട്ടമെങ്കിൽ വിത്ത് പെർമിഷൻ ഓഫ് VC എന്ന് വേണ്ട ഇതിനകത്ത്. അതുപോലെ ശരി വേണ്ട. അങ്ങനെയാണെങ്കിൽ സിസ തോമസ് ഒപ്പിട്ട് കൊടുക്കുമോ? സിസ തോമസ് പിരിച്ചുവിട്ട യോഗം സിസ തോമസിന്റെ ആബ്സെൻസിൽ എന്ത് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നടപ്പിലാക്കാൻ പരിഗണിക്കുന്ന വിഷയം ചർച്ച ചെയ്യാൻ പറ്റുമോ? ശരി, ഇത് ചട്ടവിരുദ്ധമാണെന്ന് എല്ലാവർക്കും. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ രജിസ്ട്രാർ പുറത്താണ്. ഇന്ന് രജിസ്ട്രാർ ഇരിക്കുന്നത് അഭിഹിതമായി അനർഹമായ രീതിയിലാണ്. അല്ല സാറേ, അത് കോടതിയിലേക്ക് എത്തി. കോടതിക്ക് മുന്നിൽ VCയുടെ അഭിഭാഷകൻ ഈ ചോദ്യം ഉന്നയിച്ചു, പരിഗണിച്ചില്ല കോടതി. അല്ല ഹാഷ്മി, അതായത് ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കാട്ടി കാണിക്കൂ എന്നുള്ളൊരു പഴഞ്ചൊല്ലുണ്ട്. അതാണ് ഇവിടെ ശ്രീ ശശികുമാർ ഇവിടെ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ 2012 ഈ പറയുന്ന ജോളി ജേക്കബ് എന്ന അധ്യക്ഷനാക്കി ഒരു സിൻഡിക്കേറ്റ് കൂടിയത്. ആ സിൻഡിക്കേറ്റ് കൂടിയത് ശരിയാണ് എന്ന് അദ്ദേഹം പറയാണ്. വിത്ത് ദ പെർമിഷൻ ഓഫ് ചാൻസലർ, വൈസ് ചാൻസലർ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറയുന്നത് ഇപ്പോൾ സിൻഡിക്കേറ്റ് കൂടിയ തെറ്റാണെന്നും അന്ന് കൂടിയ ശരിയാണെന്നുമാണ് പറയുന്നത്. കാരണം അദ്ദേഹത്തിന്റെ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്ന ഒരു കാര്യം, അദ്ദേഹം നേരത്തെ പറഞ്ഞ ഇങ്ങനെയല്ല. ഹാഷ്മി ഇപ്പൊ ഈ വിഷയം പറഞ്ഞു. ഈ 2012 ഇവർ ഈ പറയുന്ന സിൻഡിക്കേറ്റ് യോഗം വൈസ് ചാൻസലർ ഇല്ലാതെ കൂടിയ കാര്യം ഹാഷ്മി ചോദ്യമായി ഉന്നയിക്കുമ്പോഴാണ് അദ്ദേഹം ആദ്യം പറഞ്ഞ കാര്യം. ഇതിനു മുമ്പ് ഇങ്ങനെയല്ല പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ എന്താണ്, അങ്ങനെ കൂടാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് ഈ പ്രശ്നം വരുമ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് വിത്ത് ദ പെർമിഷൻ ഓഫ് വൈസ് ചാൻസലർ എന്ന് അദ്ദേഹം പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കാട്ടി കാണിക്കുന്ന പണിയാണ് ഇപ്പോൾ ശശികുമാർ എന്ന് പറയുന്ന അദ്ദേഹം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എങ്ങനെയെങ്കിലും ഇടതുപക്ഷ ഗവൺമെൻറ്റും ഇവിടുത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനമെല്ലാം മോശമാണ് എന്ന് ഇവിടുത്തെ ജനങ്ങളുടെ മുന്നിൽ താറടിച്ച് കാണിച്ചു കൊടുത്താൽ ശശികുമാർ ഇപ്പോൾ തുള്ളിച്ചാടുമായിരുന്നു. അതിന് നമുക്ക് മനസ്സില്ലെന്നേ പറയാൻ പറ്റൂ. ഇനി ആരായാലും ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യാൻ ശ്രമിച്ചാൽ ഒരു കാരണവശാലും നമ്മൾ പിന്നോട്ട് പോയില്ല. ജനാധിപത്യ കശാപ്പ് ചെയ്യാൻ നോക്കുമ്പോൾ അതിനെതിരെ അഭിപ്രായം പറയാൻ ഇവർ തയ്യാറാവുന്നില്ല. രാജു പി നായർ, വിദ്യാർത്ഥി സമരങ്ങൾ അക്രമാസക്തമാവുകയും അതിലൂടുകയും ചെയ്യുന്നത് കേരള സർവകലാശാല SFI സമരം മാത്രമൊന്നുമല്ല. പൊതുമുതൽ നശിപ്പിക്കലിന്റെ അല്ലെങ്കിൽ അക്രമാസക്ത സമരങ്ങളുടെ പാപം പറ്റാത്ത ഒരു വിദ്യാർത്ഥി സംഘടന കേരളത്തിലില്ല. അത് ചരിത്രകാലം മുതൽ തന്നെ നമുക്കതിന് വിമർശിക്കുകയും ചെയ്യാം. പക്ഷേ അത് പറഞ്ഞുകൊണ്ട് അത് ഏത് വിദ്യാർത്ഥി പ്രസ്ഥാനമാവട്ടെ, അവർ മുന്നോട്ട് വെക്കുന്ന ഒരു ലക്ഷ്യത്തെ റദ്ദാക്കാവോ? അവർ മുന്നോട്ട് വെക്കുന്ന ഒരു മുദ്രാവാക്യത്തെ റദ്ദാക്കാവോ? രാജു പി നായർ. ഹാഷ്മി, മുദ്രാവാക്യം തന്നെയാണ് പ്രശ്നം. അവിടെ നിൽക്കട്ടെ, ഞാനതിലേക്ക് വരാം. അങ്ങ് ഞാനൊരു പറയാനുള്ളൊരു ചർച്ചയിൽ നമ്മൾ കാര്യം പറയുമ്പോൾ കുറെ കൂടി വസ്തുതാപരമായ കാര്യങ്ങൾ സംസാരിക്കണം. അങ്ങ് പറഞ്ഞതിൽ നിന്ന് തന്നെ ഞാൻ പിടിക്കുകയാണ്. കാരണം വെച്ചാൽ അങ്ങ് പറഞ്ഞു ഈ നടപടികൾ മുഴുവൻ കോടതിയുടെ മുമ്പിൽ ചെന്നാൽ കോടതി അതെടുത്ത് ദൂരെ എറിയും, ഇല്ലേ? ആ രജിസ്ട്രാറെ റദ്ദാക്കിയ നടപടി. എൻ്റെ ചോദ്യം, അങ്ങനെ ഹൈക്കോടതിയിൽ പോയി ആ ഹൈക്കോടതിയെ അത് ബോധ്യപ്പെടുത്തി ചട്ടവിരുദ്ധമായിട്ടാണ് ഈ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തത് എന്നുള്ളത് കോടതിയെ ബോധ്യപ്പെടുത്തി
കോടതിയും ആ തീരുമാനം റദ്ദാക്കിയിരുന്നെങ്കിൽ നാളെ കേരളത്തിലെ മുഴുവൻ യൂണിവേഴ്സിറ്റികളിലും സിൻഡിക്കേറ്റിനെ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ വൈസ് ചാൻസലറുടെ അപ്രമാദത്തോടെ നടത്താനുള്ള അട്ടിമറിയെ എന്നേക്കുമായി തീർക്കാൻ കഴിയുമായിരുന്നില്ലേ? എന്തിനാണ് അതിന് പകരം ചട്ടവിരുദ്ധമായിട്ട് അങ്ങ് ചോദിക്കുന്നു? ഈ വൈസ് ചാൻസലർ ഇറങ്ങിപ്പോയതിനു ശേഷം കൂടിയ യോഗം അങ്ങനെ പറ്റുമോ? വൈസ് ചാൻസലർ ചെയർ ചെയ്യുന്ന ആള് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ആ യോഗം തീർന്നു. രണ്ടാമത് സിൻഡിക്കേറ്റിന് ചേരാനുള്ള യോഗത്തിന് നോട്ടീസ് കൊടുത്തിട്ടുണ്ടോ? അങ്ങനെ കഴിയുമോ? രണ്ടാമത് ചേരാനുള്ള മീറ്റിങ്ങിന് എവിടെ നോട്ടീസ്? അപ്പോൾ ഒരു തരത്തിലുള്ള നടപടിക്രമങ്ങൾ പാലിക്കാതെ വൈസ് ചാൻസലർ ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ കൂടി നിന്നിട്ട് ഒരു തീരുമാനം എടുത്തിട്ട് അത് നാളെ കോടതി അംഗീകരിക്കും അല്ലെങ്കിൽ ഇത് അംഗീകരിക്കും എന്ന് പറഞ്ഞാൽ അത് നടപടിക്രമമാണോ? അല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അതാണ് നേരത്തെ ശശികുമാർ ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ AKG സെന്ററിൽ പോയിരുന്നു കൂടിയാ പോരെന്ന് ചോദിച്ചു. അപ്പൊ ചട്ടവിരുദ്ധമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട അധികാരമില്ല, അവിടെ മുതൽ ചട്ടവിരുദ്ധമാണ്. അത് കോടതിയിൽ ചട്ടവിരുദ്ധമാണത്. ഡിസിപ്ലിനറി ആക്ഷനും അപ്പോയിന്റ്മെന്റ് അതോറിറ്റിയും 100% സിൻഡിക്കേറ്റ് ആണ്. തീരുമാനമെടുത്തു. ആഷ്മി, ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. അത് ഹൈക്കോടതിയിൽ പോയ പോരെ? അതിനല്ലേ രജിസ്ട്രാർ ഹൈക്കോടതിയിൽ പോയത്? രജിസ്ട്രാർ ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതി ആ വിഷയം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പിറ്റേ ദിവസം രാവിലെ വിധി പറയാൻ വെക്കുമ്പോൾ എന്തിനാണ് ഈ ചട്ടവിരുദ്ധത കാണിച്ചത്? എന്തിനാണ് ഈ നടപടിക്രമങ്ങൾ തെറ്റിച്ചത്? അപ്പോൾ കോടതിയിൽ നിന്ന് വിധി ഉണ്ടായി അത് കഴിഞ്ഞാൽ ആ രജിസ്ട്രാറെ പുനർനിയമിച്ചു കഴിഞ്ഞാൽ പിന്നെ ചർച്ചയ്ക്കും പ്രശ്നങ്ങൾക്കും സ്കോപ്പില്ല. ആ പ്രശ്നങ്ങളും ചർച്ചയും തീരരുത് എന്നുള്ളതാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്, CPM ആഗ്രഹിക്കുന്നത്. അതല്ലെങ്കിൽ നിങ്ങൾ തന്നെ പറഞ്ഞ രീതിയിൽ കോടതിയുടെ മുന്നിൽ ഒരു കാരണവശാലും നിലനിൽക്കാത്ത രജിസ്ട്രാറിന്റെ സസ്പെൻഷൻ കോടതിയിലൂടെ പരിഹരിക്കപ്പെട്ടിരുന്നെങ്കിൽ കേരളത്തിലെ 13 സർവകലാശാലകളിലും പിന്നെ ഇത്തരത്തിലുള്ള തെമ്മാടിത്തരം കാണിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവില്ലേ? അതല്ല ഇവർക്ക് ആവശ്യം. പിന്നെ അങ്ങ് സമരത്തെ കുറിച്ച് പറയുകയാണ്. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ ദിവസം സെനറ്റ് ഹാളിന് മുമ്പിൽ ആ പ്രശ്നം നടന്നപ്പോൾ ഞങ്ങളുടെ KSUവിന്റെ കുട്ടികളും സമരം ചെയ്യണ്ടായി. SFIക്കാർക്ക് ഒരാൾക്ക് പോലും പോർലേറ്റില്ലല്ലോ. ആ KSUവിന്റെ കുട്ടികളല്ലേ ഇടിവള ഉപയോഗിച്ചുകൊണ്ട് യുവമോർച്ചക്കാരെ ആക്രമിച്ചത്, പോലീസും ആക്രമിച്ചത്. അപ്പോൾ ഇന്ന് അവിടെ അത്രയും വലിയ സമരം നടക്കുമ്പോൾ എങ്ങനെയാണ് പോലീസ് ഇത്രമാത്രം വലിയ സംയമനം പാലിക്കുന്നത്? അങ്ങനെയൊക്കെ ഓർമ്മയുണ്ടല്ലോ, കോഴിക്കോട് സർവകലാശാലയിൽ ഇതേപോലൊരു നാടകം നടന്നു. അന്ന് SFIയുടെ സെക്രട്ടേറിയറ്റ് അന്ന് പോലീസിനോട് പറഞ്ഞത് RSSന്റെ കക്കൂസ് കഴുകുന്നുണ്ടെങ്കിൽ അവിടെ പോയി കഴുകിയാൽ മതി, ഞങ്ങൾക്കെതിരെ അഭിപ്രായമില്ല. പിണറായി വിജയന്റെ പോലീസ് RSSന്റെ കക്കൂസ് കഴുകുക എന്നുള്ള ആർഷയുടെ അഭിപ്രായത്തോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. പക്ഷേ അങ്ങനെ പോലീസിനെ തെറി വിളിച്ച ആർഷോയെ കുണുവാവ എന്ന് പറഞ്ഞൊരു ഉപയോഗം തന്നെ ഉണ്ടായത് ആ സമരത്തിന് ശേഷമല്ലേ? എങ്ങനെയാണ് ആർഷോയെ അവിടെ നിന്ന് കൊണ്ടുപോയെന്ന് കണ്ടല്ലോ. ആരായിരുന്നു ഏറ്റവും ഉയർന്ന റാങ്കിലുള്ള എടാ മോനെ ഒന്ന് വാടാ എന്ന് പറഞ്ഞ് വിളിച്ചു. അങ്ങനെയാണല്ലോ കുണുവാവ എന്നുള്ളത് നമ്മൾ കുറെ വരുന്നത്. അപ്പൊ SFIയും പോലീസും കൂടി ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരു വിഷയം നടത്താൻ വേണ്ടി നടത്തുന്ന സമരങ്ങൾ നാടകമാണ്. അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ KSU ആണ് ഇന്ന് യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് ഈ സമരം നടന്നത്. പോലീസിന്റെ ബാരിക്കേഡ് ഭേദിച്ചാൽ പിന്നെ ആ KSUക്കാരെ ആശുപത്രി പോയി കണ്ടാ പോരെ? KSUവിനെ ആശുപത്രി പോയി കണ്ടാ പോരെ? യൂണിവേഴ്സിറ്റിക്ക് സംരക്ഷണം കൊടുക്കേണ്ട ആ പോലീസ് എന്താ ചെയ്യുന്നത്? നമ്മൾ വിഷ്വലിൽ കണ്ടോണ്ടിരിക്കാനേ. നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തല്ലോ, പോലീസ് അകമ്പടി സേവിക്കുകയാണ് എന്ന് റിപ്പോർട്ട് ചെയ്തല്ലോ. അപ്പൊ സമര നാടകങ്ങളാണ്. ഇവർക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതല്ല പ്രശ്നം. ഇവർക്ക് തരാതരം പോലെ ഇരട്ട മുഖത്തോടുകൂടി ഇവർക്ക് ഈ പ്രശ്നത്തെ വഷളാക്കി. ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. വിഴിഞ്ഞം ഉദ്ഘാടനത്തിന് രാജീവ് ചന്ദ്രശേഖർ വേദിയിൽ കൊണ്ടിരുത്തും പിണറായി വിജയൻ. എന്നിട്ട് താഴത്തൂന്ന് മുഹമ്മദ് റിയാസ് പറയും, ദാ അല്പൻ കയറിയിരിക്കുന്നില്ലേ, അല്പൻ കയറിയിരിക്കുന്ന കണ്ടില്ല. എന്തിനാ? BJPയോട് സന്ധി ചെയ്യാൻ വേണ്ടി പിണറായി വിജയൻ ചെയ്യുമ്പോൾ താഴത്ത് ജനങ്ങളെയും പാവപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരെയും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി താഴത്തൂന്ന് ഉണ്ണികൃഷ്ണൻ ഇവിടെ രാജു പി നായർ പറയുന്ന കാര്യം ഒരു കാര്യം ശരിയാണ്. കാര്യം എന്താണ്? ഈ രജിസ്ട്രാറെ നിയമിക്കാനുള്ള സിൻഡിക്കേറ്റിന്റെ പരമമായ അധികാരത്തെപ്പറ്റി, രജിസ്ട്രാർക്കെതിരെ ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കാൻ സിൻഡിക്കേറ്റിന് മാത്രമേ അധികാരമുള്ളൂ എന്നതിനെ പറ്റി യാതൊരു തർക്കവും യാതൊരു ഡിസ്കഷൻ അടിസ്ഥാനമില്ലാത്തവണ്ണം ചട്ടവും സ്റ്റാറ്റ്യൂട്ടും വളരെ ഭംഗിയായി നക്ഷത്രം പോലെയുണ്ട്. അത് കോടതിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്താവുന്നതായിരുന്നു. ആ ബോധ്യപ്പെടുത്തലായിരുന്നില്ലേ ഈ VCക്കും താൽക്കാലിക VCക്കും ഗവർണർക്കും കൊടുക്കാവുന്ന ശക്തമായ തിരിച്ചടി? ഹാഷ്മി അതായത് യൂണിവേഴ്സിറ്റിയുടെ നിയമത്തിലും ചട്ടത്തിലും പറയുന്നുണ്ട്. അതായത് ഈ പറയുന്ന അടിയന്തര ഘട്ടത്തിൽ വൈസ് ചാൻസലറിന് സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരമുണ്ട്. പക്ഷേ ആ അധികാരം അടുത്ത സിൻഡിക്കേറ്റ് യോഗത്തിൽ വെച്ച് സാധൂകരിക്കണം എന്ന് പറയുന്നുണ്ട്. അത് ആ കോടതിയിൽ സമർപ്പിക്കേണ്ട ഉണ്ട്. അടിയന്തര ഘട്ടം അല്ല.
ഇവിടെ അടിയന്തരോട്ടം ഇല്ലായിരുന്നല്ലോ. തെറ്റാണ്. നിങ്ങൾ തർക്കിച്ചാൽ ഇല്ല, അല്ല അല്ല തെറ്റാണ്. അല്ല അതാണ് ഇവിടെ ഞാൻ ഇവിടെ പറഞ്ഞത്. ആ പ്രതീകാത്മക ചിത്രത്തിന് 6-ാം നാളാണ് സസ്പെൻഷൻ. 4-ാം നാള്. രാജു പീറിനെ റിപ്പോർട്ട് ചെയ്താൽ മാത്രം മതി. സാധൂകരിക്കണ്ട, റിപ്പോർട്ട് ചെയ്താൽ മതി. അല്ല അങ്ങനെയല്ല. അല്ല, തെറ്റാണ്. നിങ്ങൾ പറയുന്നത് തെറ്റാണ്. സെക്ഷൻ 10 പറയുന്നത് അത്തരത്തിലുള്ള നടപടിയെടുത്താൽ പിന്നീട് വരുന്ന രാജു പീനാർ നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ അല്ല ഞാൻ പറയട്ടെ എന്റെയും ധാരണ സിൻഡിക്കേറ്റ് റാറ്റിഫൈ ആണെന്നുള്ളതാണ്. ഇനി അതിനേക്കുൾ അതിന്റെ അറിവിന്റെ പരിമിതി ആയിരിക്കാം. അതുകൊണ്ട് എന്റെയും ധാരണ സിൻഡിക്കേറ്റ് റാറ്റിഫൈ അറിയില്ല. അല്ല ആണ് വേണ്ട. അത് രാജു പി നായർ ഞാൻ സിൻഡിക്കേറ്റ് സാധൂകരിക്കണം. സിൻഡിക്കേറ്റിനാണോ വിസിക്കാണോ യൂണിവേഴ്സിറ്റിയിൽ അധികാരം കൊണ്ട് ചോദിച്ചാൽ സിൻഡിക്കേറ്റ് തന്നെയാണ്. അല്ല ആരാണ്? ഓക്കെ ഓക്കെ അല്ലല്ല ഉണ്ണി അല്ല രാജു പി നായർ ഞാൻ പറയട്ടെ. നിങ്ങൾ പറയുമ്പോ രാജു പി നായർ അല്ല നമ്മൾ ശക്തമാക്കല്ലേ. ചട്ടത്തിലുപരിയായി രാജു പി നായർക്ക് പറയേണ്ട മറ്റു രാഷ്ട്രീയമുണ്ട് അവിടെ. രാജു പി നായർ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. രാജു പി നായർ ഞാൻ ചോദിക്കട്ടെ. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, അതായത് രജിസ്ട്രാറെ നിയമിക്കാനുള്ള അവകാശം ആർക്കാണ്? രാജു പി നായർ മറുപടി പറയണം, എന്നിട്ട് ഞാൻ ബാക്കി സംസാരിക്കാം. സിൻഡിക്കേറ്റിന് രാജു പി നായർ പറയണം. വൈസ് ചാൻസലർ അതിനകത്ത് സംശയം ഉണ്ടാകേണ്ട കാര്യമില്ല. നിയമമല്ലേ, സ്റ്റാറ്റ്യൂട്ടല്ലേ, ആക്ടല്ലേ, സഭവാസാക്കി ആക്ടല്ലേ. അല്ല രജിസ്ട്രാർ കോടതിയിൽ പോയി. ഞാൻ പറയാം, രാജു പി നായർ രജിസ്ട്രാർ കോടതിയിൽ പോയിട്ട് ആ സസ്പെൻഷൻ പിൻവലിച്ചു. ആ സസ്പെൻഷൻ പിൻവലിച്ചത് ഓർഡർ ആയിട്ട് രജിസ്ട്രാറായി കൊടുത്തു. രജിസ്ട്രാർ പുനർനിയമിക്കുന്ന സിൻഡിക്കേറ്റിന്റെ അധികാരമാണ്. ആ സിൻഡിക്കേറ്റിന്റെ അധികാരം സിൻഡിക്കേറ്റ് ഉപയോഗിച്ചു. ക്ഷമിക്കണം, ഞാൻ ഇടപെടുകയാണെങ്കിൽ ഉല്ലാസത്തിലേക്ക് വരാൻ കഴിയുമെന്ന് അറിയില്ല. ഞാൻ മറ്റു വാർത്തയിൽ പോകട്ടെ, പ്ലീസ്. മറ്റു വാർത്തയിൽ പോണതുകൊണ്ടാണ് കോന്നിയിലേക്ക് ഒന്ന് പോകുന്നു. അവിടെ ആ ക്വാറി അപകടത്തിൽ രണ്ടാമത്തെ ആളെ കൂടി കണ്ടെത്തി. മൃതദേഹമാണ്, സങ്കടകരമാണ്. രണ്ടാമത്തെ മൃതദേഹം കൂടി കിട്ടിയെന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വരുന്നത്.